ഇനിയും ദൈവം ഉയർത്തും. സുവിശേഷത്തിൻ്റെ കനത്ത എതിരാളികളെ ഇതിൻ്റെ കടുത്ത പോരാളികളാക്കി മാറ്റാൻ ദൈവത്തിന് കഴിയും. ഞാൻ കൂടെ പ്രസംഗിക്കാറുണ്ടായിരുന്ന ഇപ്പോൾ ഒന്ന് ഓർത്തുകൊണ്ടൊന്ന് പറയുക. പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കൊട്ടാരക്കരയിൽ പ്രസംഗിക്കാൻ ചെന്നു. അന്ന് ഇന്നത്തെ പോലെ ഇലക്ട്രിക് സംവിധാനമൊന്നുമില്ല ജെയ്സിനെ, ബാറ്ററി ആകെ ഉള്ളത്. പക്ഷെ അവിടെ നിന്ന് ബാറ്ററിയും ഇല്ല, കറണ്ട് പോയാൽ. അപ്പം ഞാൻ പ്രസംഗിക്കാൻ ചെന്നു. ഞാൻ സ്റ്റേജിലോട്ട് കയറിയപ്പോൾ ഒരുത്തൻ പോസ്റ്റേലോട്ട് കയറി, ഫീസ് വലിച്ചൂരി, കറണ്ട് പോയി. വഴിയേ പോയി ഒരു ജീപ്പുകാരൻ വന്ന് ജീപ്പിൻ്റെ കണക്ഷൻ തന്നു. ഞാൻ പ്രസംഗം ആരംഭിച്ചവൻ പറഞ്ഞു, ഇന്ന് പോസ്റ്റേ കയറിയവനെ നോക്കി ദൈവം ചിരിക്കുന്നു. എന്തിനാ ചിരിക്കുന്നത്? ദൈവം അവരെ നോക്കി ചിരിക്കുന്നു. കൊള്ളാം 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 കൊള്ളാം, മൈക്ക് കയറ്റാൻ പോസ്റ്റേ കയറ്റാൻ ഇവനെ കൊള്ളാം. അന്ന് മുതൽ ഞാൻ പറയാറുണ്ട്, സുവിശേഷ യോഗം നടക്കുമ്പോൾ ആരും പോസ്റ്റേ വലിഞ്ഞ് കയറരുത്. നിന്നെ നോക്കി ദൈവം ചിരിക്കും. ദൈവം നിന്നെ നോക്കി ചിരിച്ചാൽ അടുത്ത കൺവെൻഷന് നീ ഞങ്ങളുടെ കൂടെ പോസ്റ്റേ കയറാൻ കാണും. സുവിശേഷ യോഗം നടക്കുമ്പോൾ ചിലരൊക്കെ പാട്ട് കൊട്ടിയിട്ടുണ്ട്. അങ്ങനെ പാട്ട് കൊട്ടിയവരെയൊക്കെ തമ്പുരാൻ പിടിച്ചു. ഞങ്ങൾ അവൻ്റെ തോളെ തമ്പയർ ഇട്ട് കൊടുത്തു. ഞാൻ അന്ന് മുതൽ പറയാറുണ്ട്, സുവിശേഷ യോഗം നടക്കുമ്പോൾ ആരും പാട്ട് കൊട്ടരുത്. നിന്നെ നോക്കി ദൈവം ചിരിക്കും. കൊള്ളാം 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 കൊള്ളാം, സുവിശേഷ യോഗത്തിന് തമ്പയർ കൊട്ടാൻ നിന്നെ കൊള്ളാം. സുവിശേഷ യോഗം നടക്കുമ്പോൾ ആരും കൂക്ക് വിളിക്കരുത്. ദൈവം നിന്നെ നോക്കി ചിരിക്കും. കൊള്ളാം 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 കൊള്ളാം, സുവിശേഷ യോഗത്തിന് ഉറക്കെ ഹല്ലേലൂയ പറയാം, നിന്നെ കൊള്ളാം. ദൈവം കൊള്ളാമെന്ന് പറഞ്ഞാൽ നീ ഇതിനകത്ത് കാണും. കൈയൊന്ന് ഉയർത്തിപ്പിടിച്ച്, പരിശുദ്ധാത്മാവ് എനിക്ക് നിയോഗം തരുന്നു, ഈ ശബ്ദ പരിധിക്കുള്ളിൽ സുവിശേഷത്തെ എതിർക്കുന്ന വ്യക്തിത്വങ്ങളെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നമ്മൾ അവകാശം പറയുകയാണ്. കൈകളടിച്ച് അന്യഭാഷയിൽ ഉടാമ റുഖോനി അംഫോ റിഖോന ഹംഫുനിയ എല്ലാ അധരങ്ങളും ചലിപ്പിച്ച് ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുക. ഓ ശബർ ഖുന മറഥൂനി അംഫുനിയ, ഈ ഉച്ചഭാഷയുടെ ശബ്ദപരിധിയിൽ സുവിശേഷത്തെ എതിർക്കുന്ന വെല്ലുവിളിക്കുന്ന വ്യക്തിത്വങ്ങളെ ഞങ്ങൾ അവകാശം പറയുന്നു. എല്ലാവരും ശക്തിയോടെ ആരാധിച്ചാട്ടെ അല്പസമയം. ജീസസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. യെസ്, വളരെയധികം സന്തോഷമുണ്ട്. എൻ്റെ ആത്മകഥ ഇപ്പോൾ ഇറങ്ങുന്നുണ്ട് വൻകൃപയുടെ തണലിൽ. ഒരധ്യായം മുഴുവൻ ഞാൻ കരിവഞ്ചാലിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ ഇന്ന് വന്നതും കൂടി ഇന്ന് രാത്രി ചേർത്ത് എഴുതാൻ പോവുകയാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധാത്മാവ് നിങ്ങളെ അറിയിപ്പാൻ ഏൽപ്പിച്ച ദൂതിലേക്ക് പ്രവേശിക്കുന്നു. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായം 33-ാമത് വാക്യം ഇപ്പോൾ ഈ ഉച്ചഭാഷയെ വായിച്ച് സഹായിക്കുന്നതാണ്. അങ്ങനെ നിങ്ങൾ ഇതൊക്കെയും കാണുമ്പോൾ അവൻ അടുക്കെ വാതിൽക്കൽ തന്നെ ആയിരിക്കുന്നു എന്നറിഞ്ഞുകൊള്ളുവീൻ. അങ്ങനെ നിങ്ങൾ ഇതൊക്കെയും കാണുമ്പോൾ അവൻ അടുക്കൽ വാതിൽക്കൽ തന്നെ ആയിരിക്കുന്നു എന്നറിഞ്ഞുകൊള്ളുവീൻ. ഒരു നിമിഷം കൂടെ കണ്ണുകടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, ഈ രാത്രിയുടെ നിശബ്ദതയ്ക്കായി ഞങ്ങൾ വാഴ്ത്തുന്നു. അവിടുത്തെ സാന്നിധ്യത്താൽ ഞങ്ങളെ അനുഗ്രഹിച്ചിരിക്കാൻ സ്തോത്രം. വായിച്ച വേദഭാഗത്ത് ഇന്ന് രാത്രിയുടെ ആത്മാവ് ഞങ്ങളോട് സംസാരിക്കാൻ പോകാൻ സ്തോത്രം. കർത്താവേ, ഓഡിറ്റോറിയത്തിൽ വന്നിരിക്കുന്നതോട് മാത്രമല്ല, ഈ ഉച്ചഭാഷയുടെ ശബ്ദപരിധിയിൽ റോഡ് വാക്കിൽ നിന്ന്, കടത്തിണ്ണയിൽ നിന്ന്, കർത്താവെ വീട് മുറ്റത്തിരുന്ന് ആരൊക്കെ ഇത് കേൾക്കുന്നോ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവരെ കടന്നു പിടിപ്പാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവശക്തി ഹോള് വിട്ട് പുറത്തേക്ക് വ്യാപരിപ്പാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ അവിടെ നിന്ന് ഒന്നിച്ച് അനുഗ്രഹിച്ചിരിക്കാൻ സ്തുതിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഒരിക്കൽ കൂടെ കൈ ഉയർത്തിയ ശക്തിയോട് സ്തോത്രം ചെയ്യാം. അന്ന് ഞങ്ങളിവിടെ പാർത്തപ്പോൾ ദൈവദാസൻ്റെ വീട്ടിലെ വാട്ടുകപ്പയും ഉണക്കമീനുമായിരുന്നു കൂടുതൽ ഞങ്ങൾക്ക് ആശ്രയം. പാസ്റ്റർ വൈറ്റി തോമസൻ, രണ്ടുപേരും, അദ്ദേഹം അപ്പോസ്തലനായി, അദ്ദേഹം സെൻട്രൽ പാസ്റ്ററായി, എൻ്റെ സുഹൃത്ത് ഇവിടുത്തെ സെൻട്രൽ പാസ്റ്ററായി. അദ്ദേഹത്തെ ദൈവം ഇവിടെ നിയോഗിച്ചു. ഒത്തിരി സന്തോഷം. സമയം പോയതുകൊണ്ട് ഞാൻ അധികം പറയുന്നില്ല. ഒന്നുകൂടെ കൈ ഉയർത്തിയൊരു സ്തോത്രം പറഞ്ഞ ശക്തിയോട് സ്തോത്രം. എൻ്റെ പ്രഭാഷണം ഈ ഹോളിൽ വന്നിരിക്കുന്ന ദൈവമക്കളെ മാത്രം ഉദ്ദേശിച്ചല്ല, പുറത്ത് നമ്മളെ കേൾക്കുന്നവരെ കൂടെ ഉദ്ദേശിച്ചാണ്. ഞാൻ സാധാരണ പറയാറുണ്ട്, വീട്ടുകാരോടൊരു കാര്യം പറയാൻ മൈക്ക് വെച്ച് കിട്ടേണ്ട കാര്യമില്ല, വീട്ടുമുറ്റത്ത് നിൽക്കേണ്ട കാര്യമില്ല. വീട്ടുമുറ്റത്ത് നിൽക്കുന്നെങ്കിൽ, മൈക്ക് വെച്ച് കിട്ടുന്നെങ്കിൽ അത് നാട്ടുകാരോട് പറയാനാണ്. ഈ ബോക്സ് പുറത്തും വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് നമ്മുടെ പ്രഭാഷണം അവരെ കൂടെ ഉദ്ദേശിച്ചാണ്. ഞങ്ങളെ ഇന്ന് രാത്രി കേൾക്കുന്ന സുഹൃത്തുക്കളെ, ലോകത്തിൽ അനേകം മഹാരഥന്മാർ ജനിച്ചു മരിച്ച് മൺമറഞ്ഞു പോയിട്ടുണ്ട്. ചരിത്രം സൃഷ്ടിച്ചവർ, ലോകഗതിയെ മാറ്റി എഴുതിയവർ, വീരകൃത്യങ്ങൾ ചെയ്തവർ, വലിയ കണ്ടുപിടുത്തങ്ങൾ നടത്തിയവർ, വിപ്ലവാശയങ്ങൾ പ്രചരിപ്പിച്ചവർ, ഭൂലോകത്തെ കീഴ്മേൽ മറിച്ചവർ. എന്നാൽ ഞങ്ങൾ പ്രസംഗിക്കുന്ന, ഞങ്ങൾ ആരാധിക്കുന്ന
ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് നാസ്രയനായ യേശു ക്രിസ്തു അവരിൽ നിന്നെല്ലാം വ്യത്യസ്തനാണ്. യേശു ക്രിസ്തുവിനെ വ്യത്യസ്തനാക്കുന്ന നിരവധി കാര്യങ്ങളുണ്ട്. പ്രധാനമായ 3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞ് ഈ വാക്യത്തിലേക്ക് വരാം. 1, ഈ ലോകത്തിൽ ജനിച്ച സകല മഹാരഥന്മാരും, സകല രാഷ്ട്രീയ മീമാംസകന്മാരും, സകല തത്വചിന്തകന്മാരും, സകല ഭരണാധികാരികളും ഇവിടെ ജീവിപ്പാനായി ജനിച്ചവരാണ്. നിവർത്തിയില്ലാത്തതുകൊണ്ട് അവർ മരിച്ചുപോയി. ഇവിടെ ജനിച്ച സകല ആളുകളും ഇവിടെ കൂടുതൽ കഴിയാൻ ആഗ്രഹിച്ചവരാണ്. ഇവിടുന്ന് പോകാൻ, ഭൂമി വിട്ടു പോകാൻ അവർക്ക് മനസ്സിലായിരുന്നു. മരിക്കാൻ തുടങ്ങിയപ്പോൾ അവർ ഡോക്ടർമാരുടെ കാല് പിടിച്ചു പറഞ്ഞു, ഞങ്ങളെ ഇവിടുന്ന് വിടല്ലേ. ചിലരൊക്കെ കട്ടിൻകീഴിലൊക്കെ കയറി ഒളിച്ചിട്ടുണ്ട്. മരണത്തെ അവർക്ക് ഭയമായിരുന്നു. 90-ാം വയസ്സായിട്ടും ഇവിടുന്ന് പോകാൻ അവർക്ക് മനസ്സിലായിരുന്നു. ഈ ലോകത്തിൽ ജനിച്ച സകല മഹാരഥന്മാരും ഇവിടെ ജീവിക്കാൻ ജനിച്ചു, നിർവാഹമില്ലാത്തതുകൊണ്ട് മരിച്ചു. എന്നാൽ ഇന്ന് രാത്രി ഞങ്ങൾ കരുവഞ്ചൽക്കാരോട് പറയാം, മരിക്കാനായി ഇവിടെ ജനിച്ച ഒരുവനുണ്ട്, ഒരുവനെയുള്ളൂ. അവനത്രേ നാസ്രയനായ യേശു. ഞങ്ങളുടെ കർത്താവ് ഇവിടെ ജീവിക്കാൻ ജനിച്ചവനല്ല, അവൻ നമുക്കായി മരിക്കാൻ ജനിച്ചവനാ. കൈയുയർത്തിയൊരു സ്തോത്രം പറഞ്ഞേ. 2, ഈ ലോകത്തിൽ ജനിച്ച് മരിച്ച് മൺമറഞ്ഞു പോയത് മരണത്തെ തകർത്തുയർത്ത് ജീവിക്കുന്നു എന്ന് ഒരു വ്യക്തിയെ കുറിച്ചും ഒരു മതവും പഠിപ്പിക്കുന്നില്ല. അവരെല്ലാം മരിച്ചു. അവരുടെ എല്ലാം മരണത്തോടുകൂടെ അവരുടെ ചരിത്രം അവസാനിച്ചു. അവരെല്ലാം പരേതന്മാരായി മാറി, ലേറ്റ് ആയി മാറി. എന്നാൽ ഞങ്ങൾ പ്രസംഗിക്കുന്ന നാസ്രയനായ യേശു മരണത്തെ തകർത്ത് ഉയർത്ത് ഇന്നും ജീവിക്കുന്ന കർത്താവ് അത്രേ. ലോകത്തിൽ അനേക മഹാരഥന്മാരുടെ കല്ലറകൾ കാണാൻ നിങ്ങൾക്ക് ഒരുപക്ഷെ അവസരം കിട്ടിക്കാണും. എനിക്കും അവസരം കിട്ടിയിട്ടുണ്ട്. 2 ലോകമഹായുദ്ധങ്ങളെ അതിജീവിച്ച ജർമ്മനിയിലെ കൊളോൺ എന്ന പട്ടണത്തിൽ ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. അവിടെ 300 ഏക്കർ വിസ്തൃതിയുള്ള ഒരു സ്ഥലവും ഒരു പള്ളിയുമുണ്ട്. 1,00,000 ആളുകളാണ് അവിടെ വിസിറ്റ് ചെയ്യുന്നത്. ആ വലിയ പള്ളിയുടെ അടിയിൽ കല്ലറകളാണ്. ജർമ്മൻ ചാൻസലർമാരുടെ, കോടീശ്വരന്മാരുടെ കല്ലറ. സ്വർണ്ണപ്പേടകങ്ങളിൽ, വെള്ളിപ്പേടകങ്ങളിൽ അവരെ അടക്കിയിരിക്കുന്നു. ഫ്രാൻസിന്റെ തലസ്ഥാനമായ പാരീസിൽ വളരെ പ്രശസ്തമായ കല്ലറ സെമിത്തേരി ഉണ്ട്. അവിടെയും ഞാൻ പോയി നിന്നിട്ടുണ്ട് ദൈവകൃപയാൽ. ഫ്രാൻസിലെ യുദ്ധവീരന്മാരുടെ കല്ലറകൾ അവിടെ കാണാം. സൂര്യസ്തമിക്കാത്ത സാമ്രാജ്യമായിരുന്നു ഇംഗ്ലണ്ട്. അവിടുത്തെ വെസ്റ്റ്മിൻസ്റ്റർ അബി ഈ അടുത്ത കാലത്ത് രാജ്ഞിയെ അടക്കിയ കല്ലറയുൾപ്പെടെ ഇംഗ്ലണ്ടിലെ ഉന്നതന്മാരുടെ, കോടീശ്വരന്മാരുടെ, ഭരണാധിപന്മാരുടെ കല്ലറ എവിടെയുണ്ട്? സ്വർണ്ണ പേടകങ്ങളിലും ആനക്കൊമ്പ് കൊണ്ട് തീർത്ത ശവപ്പെട്ടിയിലും അവരെ അടക്കിയിരിക്കുന്നു. നിർത്തിയും ഇരുത്തിയും കിടത്തിയും ഒക്കെ. അങ്ങനെ അവിടെയും ദിവ്യപ്രിയ ഞാൻ നിന്നിട്ടുണ്ട്. അമേരിക്കയുടെ വാഷിംഗ്ടൺ നഗരത്തിലായി 100-ലധികം ഏക്കർ വിസ്തൃതിയുള്ള വലിയൊരു സെമിത്തേരി ഉണ്ട്. എങ്ങനെ നോക്കിയാലും ഒരുപോലെ അടക്കിയിരിക്കുന്ന ശവക്കല്ലറകൾ. അമേരിക്കയിലെ യുദ്ധവീരന്മാരുടെ കല്ലറകൾ അവിടെ കാണാം. ഡൽഹി ശക്തിസ്ഥലിൽ ചെന്നാൽ ഇന്ത്യൻ പ്രധാനമന്ത്രിമാരുടെ, ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ മഹാത്മജിയുടെ, ഇന്ത്യൻ പ്രസിഡന്റുമാരുടെ കല്ലറ കാണാം. വർക്കലയിൽ ചെന്നാൽ ശ്രീ നാരായണ ഗുരുസ്വാമിയുടെ കല്ലറ കാണാം. മക്കയിൽ ചെന്നാൽ ശ്രീ മുഹമ്മദ് നബിയുടെ കല്ലറ കാണാം. സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഈ കല്ലറകളെല്ലാം അടഞ്ഞു കിടക്കുമ്പോൾ ഭൂലോകത്തിന്റെ മധ്യഭാഗമായ പലസ്തീനിൽ ദൈവകൃപയാൽ എനിക്ക് പോകാൻ ദൈവം അവസരം തന്നു. ഇവിടെ ഇരിക്കുന്ന ജനൊക്കെ പോയിട്ടുണ്ടായിരിക്കാം. ആ ദിവസം ഞാൻ മറക്കില്ല. ആ ദിവസം എനിക്ക് 50 വയസ്സ് തികയുന്ന ദിവസമായിരുന്നു. ഇന്ന് രാത്രി കരുവഞ്ചാൽക്കാരോടും പലയിടങ്ങളിൽ വന്ന ദൈവമക്കളോട് ഞാൻ പറയട്ടെ, ഞാൻ കണ്ട സകല കല്ലറകളും അടഞ്ഞു കിടക്കുമ്പോൾ ഭൂലോകത്തിന് മധ്യമായ പലസ്തീനിൽ ഒരു കല്ലറ തുറന്നു കിടക്കുന്നു. ആ കല്ല മറ്റാരുടെയുമല്ല, അത് നാസ്രയനായ യേശു ക്രിസ്തുവിന്റെ കല്ലറയാണ്. ലോകത്തിലെ സകല മഹാരഥന്മാരുടെയും കല്ലറയുടെ പുറത്ത് അവരുടെ ജനനം, അവരുടെ മരണം, അവരുടെ അടക്കം രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ നാസ്രയനായ യേശു ക്രിസ്തുവിന്റെ കല്ലറയുടെ പുറത്തല്ല, അവന്റെ കല്ലറയുടെ അകത്തെഴുതി വെച്ചിരിക്കുന്നു, അവൻ ഇവിടെയില്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഈ കൺവെൻഷന് 2-ാം രാത്രി ഞങ്ങൾ വിളിച്ചു പറയട്ടെ, മരിച്ചു മൺമറഞ്ഞവനല്ല ഞങ്ങളുടെ പ്രസംഗ വിഷയം. ഇന്ന് രാത്രിയിലും ജീവിക്കുന്ന കർത്താവ് അത്രേ. അവനെ എത്ര പേര് ആരാധിക്കും? കൈകളടിച്ച് അന്യഭാഷയിൽ അല്പസമയം ദൈവത്തെ ആരാധിക്കൂ. നമ്മുടെ കർത്താവ് ജീവിക്കുന്നു. ശക്തിയോടെ ദൈവത്തെ ശ്രദ്ധിച്ചോട്ടെ. അവൻ ഉയർത്ത് ജീവിക്കുന്നു.
പോരാ, എല്ലാവരും ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഉലകമഹാന്മാർ അഖിലരും ഒരുപോലെ ഉറങ്ങുന്ന കല്ലറകളിൽ ഞങ്ങൾ ഉന്നതരേശു മഹേശ്വരൻ മാത്രം ഉയരത്തിൽ വാഴുന്നു. ഇത് പറയാനല്ല പിന്നെ എന്തിനാ നമ്മൾ ഇവിടെ വന്നേക്കുന്നത്? മൂന്നാമത്തെ വസ്തുതയും കൂടെ പറയട്ടെ. ലോകത്തിൽ അനേകം മഹാരഥന്മാർ ജനിച്ചു മരിച്ചു മൺമറഞ്ഞു പോയിട്ടുണ്ടെങ്കിലും അവരാരും മടങ്ങി വരാമെന്ന് പറഞ്ഞു പോയിട്ടില്ല. ആരും മടങ്ങി വരാമെന്ന് പറഞ്ഞില്ല. ഹിറ്റ്ലർ പറഞ്ഞില്ല ഞാൻ മടങ്ങി വരാമെന്ന്. മുസോളിനി പറഞ്ഞില്ല, കാർൽ മാക്സ് പറഞ്ഞില്ല, ലെനിൻ പറഞ്ഞില്ല, സജ്ജയ്ജി പറഞ്ഞില്ല, ഇന്ദിരാജി പറഞ്ഞില്ല, നെഹ്റുജി പറഞ്ഞില്ല, മുഹമ്മദ് നബി പറഞ്ഞില്ല ഞാൻ മടങ്ങി വരാമെന്ന്. ഞാൻ മടങ്ങി വരാമെന്ന് പറഞ്ഞു പോയ ഒറ്റ നേതാവുണ്ടെങ്കിൽ യേശു മാത്രമെന്ന് പറയുവാൻ തന്റെ ഇടമുള്ള ദൈവമക്കൾ ഒരിക്കൽ കൂടെ കൈ ഉയർത്തി ശക്തിയോടെ സ്തോത്രം ചെയ്യാം. നിങ്ങൾ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കണം. ഇവിടെ യേശുക്രിസ്തുവിന്റെ മടങ്ങി വരവിന് മുമ്പ് ഭൂമിയിൽ സംഭവിക്കേണ്ട 96ഓളം അടയാളങ്ങൾ, ഇൻസിഡൻസ് വിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ പിന്നെ പ്രവേശിക്കാം. യേശുക്രിസ്തു മടങ്ങി വരും എന്നതിന് 7 സാക്ഷി തെളിവുകൾ വിശുദ്ധ ബൈബിളിലുണ്ട്. നിങ്ങൾ എല്ലാവരും വളരെ പ്രാർത്ഥനയോടെ ഇരിക്കണം. 1, പഴയ നിയമ ഭക്തന്മാരുടെ സാക്ഷ്യം, അല്ലെങ്കിൽ പഴയ നിയമ എഴുത്തുകാരുടെ സാക്ഷ്യം. പഴയ നിയമ ഭക്തന്മാരായ ഹാനോക്ക്, ബിലയാം, ഇയ്യോബ്, മോശ, പഴയ നിയമ എഴുത്തുകാരായ യെശയ്യാവ്, യിരെമ്യാവ്, എഗസ്കേൽ, ദാനിയേൽ, ഹഗ്ഗായി തുടങ്ങിയവരെല്ലാം യേശു കർത്താവിന്റെ ഒന്നാമത്തെ വരവിനെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ രണ്ടാമത്തെ വരവിനെ കുറിച്ചും പറഞ്ഞിരുന്നു. നിങ്ങൾക്കറിയാം, യേശുക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ ജീവിതത്തിൽ ഓരോന്ന് സംഭവിക്കുമ്പോഴും യേശു കർത്താവ് പറഞ്ഞു, തിരുവെടുത്ത് നിവർത്തിയാകുവാൻ ഇങ്ങനെ സംഭവിച്ചു, തിരുവെടുത്ത് നിവർത്തിയാകുവാൻ ഇങ്ങനെ സംഭവിച്ചു, തിരുവെടുത്ത് നിവർത്തിയാകുവാൻ ഇങ്ങനെ സംഭവിച്ചു. ഈ കൺവെൻഷൻ 2ാം രാത്രിയിൽ ഹോളിൽ വന്ന ദൈവമക്കളെ, യേശു കർത്താവിന്റെ ജീവിതത്തിൽ സംഭവിച്ചതല്ല തിരുവെടുത്തിന്റെ നിവർത്തിയായിരുന്നെങ്കിൽ നമ്മുടെ കർത്താവ് അറിയാതെ, നമ്മുടെ കർത്താവ് അനുവദിക്കാതെ നമുക്കൊന്നും സംഭവിക്കുകയില്ല. ഒന്നുകൂടെ ഞാൻ പറയാം, എൻ്റെ ദൈവം അനുവദിക്കാതെ ഒരുവൻ നിന്റെ നേരെ നിൽക്കുകയില്ല. എൻ്റെ ദൈവം അനുവദിക്കാതെ ഒരുവൻ നിന്റെ നേരെ വിരൽ ചൂണ്ടുകയില്ല. വിശ്വസിക്കുന്ന ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ച്. യേശു കർത്താവിന്റെ ജീവിതത്തിൽ സംഭവിച്ചതൊന്നും യാദൃശ്യമല്ല. ഒന്നുകൂടെ പറഞ്ഞാൽ, യേശു കർത്താവ് ജനിക്കുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് അവൻ എവിടെ ജനിക്കുമെന്ന് പ്രവചനമുണ്ട്, അവൻ എവിടെ വളരുമെന്ന് പ്രവചനമുണ്ട്, അവൻ എവിടെ മരിക്കുമെന്ന് പ്രവചനമുണ്ട്, മരണശേഷം അവന്റെ അവസ്ഥ എന്താകുമെന്ന് പ്രവചനമുണ്ട്. ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞാൽ, ഞങ്ങൾ കരുവഞ്ചൽക്കാരോട് വിളിച്ചു പറയട്ടെ, ഞങ്ങളുടെ കർത്താവ് ജനിച്ചതുപോലെ ലോകത്തിലാരും ജനിച്ചിട്ടില്ല. ഞങ്ങളുടെ കർത്താവ് ജീവിച്ചതുപോലെ ലോകത്തിലാരും ജീവിച്ചിട്ടില്ല. ഞങ്ങളുടെ കർത്താവ് മരിച്ചതുപോലെ ലോകത്തിലാരും മരിച്ചിട്ടില്ല. ഞങ്ങളുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റതുപോലെ ലോകത്തിലാരും ഉയർത്തെഴുന്നേറ്റിട്ടില്ല. ഞങ്ങളുടെ കർത്താവ് മടങ്ങി വരാൻ പോകുന്ന പോലെ ലോകത്തിലാരും മടങ്ങി വരാൻ പോകുന്നുമില്ല. ശക്തിയോടെ കൈ ഉയർത്തി ദൈവത്തിനെ ആരാധിച്ചാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ യേശു കർത്താവ് ഇങ്ങനെ ക്രൂശിൽ കിടക്കുമ്പോൾ പീലാത്തോസ് പറഞ്ഞു അവർ മരിച്ചോ നോക്കാൻ, അല്ലെങ്കിൽ വേഗത്തിൽ മരിക്കാൻ വേണ്ടി കാൽ തല്ലി ഓടിക്കാൻ പറഞ്ഞു. രക്തം വാർന്നവർ മരിക്കാൻ വേണ്ടിയാണ്. പടയാളികൾ വന്ന് നോക്കുമ്പോൾ യേശുക്രിസ്തു മരിച്ചതിനാൽ കർത്താവിന്റെ കാൽമുട്ടൊടിച്ചില്ല. 2 വർഷത്തും കിടന്ന കള്ളന്മാരുടെ കാൽമുട്ടുകൾ തല്ലി ഒടിച്ചു. പക്ഷെ അത് എഴുതി യോഹന്നാൻ എഴുതി വെച്ചു, അവന്റെ അസ്ഥികൾ ഒന്നും ഒടിഞ്ഞു പോകില്ല എന്ന് തിരുവെടുത്ത് പറയുന്നു. അത് നിവർത്തിയാകുവാൻ അവന്റെ അസ്ഥികൾ ഒടിച്ചില്ല. സ്തോത്രം. അപ്പൊ അവനങ്ങ് പോയാ മതി. പക്ഷെ അങ്ങോട്ട് പോയ പടയാളി തിരിച്ചു വന്നിട്ട് കുന്തമെടുത്ത് കർത്താവിന്റെ വിലാപ്പുറത്താഞ്ഞു കുത്തി. അവിടെ എഴുതിയിരിക്കുന്നു, രക്തവും വെള്ളവും വന്നു. അതിന്റെ അർത്ഥം, നിനക്കായി ഊറ്റാൻ ഇനിയും രക്തം ആ ശരീരത്തിലില്ല. ഹല്ലേലൂയ. പടയാളിക്കൊക്കെ പോയാ മതി. പക്ഷെ അവൻ കുത്തി. അവിടെ യോഹന്നാൻ എഴുതി, അവർ കുത്തിയവങ്കലേക്ക് നോക്കുമെന്ന തിരുവെടുത്ത് നിവർത്തിയാകുവാൻ അങ്ങനെ സംഭവിച്ചു. വല്ലതും മനസ്സിലാകുന്നുണ്ടോ? ദൈവം അനുവദിക്കാതെ, ദൈവവൈതലേ, കണ്ണൂർ ജില്ലയിലുള്ള ദൈവവൈതലേ, ദൈവം അനുവദിക്കാതെ നിനക്കൊന്നും സംഭവിക്കില്ല. ദുഷ്ട പിശാചികൾക്ക് വിളിച്ചു പറ, എന്റെ ദൈവം അറിയാതെ, എന്റെ ദൈവം അനുവദിക്കാതെ എനിക്കൊന്നും സംഭവിക്കില്ല. എത്ര പേർക്ക് ശക്തിയോടെ സ്തോത്രം ചെയ്യുവാൻ കഴിയും? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശുക്രിസ്തുവിന്റെ വരവ് സംഭവിക്കില്ല എന്ന് വരുത്തി തീർക്കാൻ പിശാച് പല പദ്ധതികൾ ഇറക്കുന്നുണ്ട്.
1965 യേശു വന്നേച്ചു പോയെന്ന് പറയുന്നവരുണ്ട്, 2000 വരുമെന്ന് പറയുന്നവരുണ്ട്, 2010 ഏപ്രിൽ 13 വരുമെന്ന് പറഞ്ഞവരുണ്ട്. എന്തിനാ ഇതൊക്കെ പറഞ്ഞെന്നറിയാമോ? യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവിന്റെ വിശ്വാസം ജനഹൃദയത്തിൽ നിന്ന് മാറ്റാനാ. യേശു കർത്താവ് ഒരിക്കലും മടങ്ങി വരില്ല എന്ന് ജനത്തെ കൊണ്ട് വിശ്വസിപ്പിക്കാനാ. പക്ഷെ ഈ കൺവെൻഷൻ 2 രാത്രി ഞങ്ങൾ വിളിച്ചു പറയട്ടെ, പിശാച് എന്തെല്ലാം പദ്ധതി ഇറക്കിയിട്ടും യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവ് കാത്തിരിക്കുന്നവരുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയല്ല, അവരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. വിശ്വസിക്കുന്നവരാ കൈയൊന്ന് ഉയർത്തിപ്പിടിച്ച് ഇന്ന് രാത്രി നിങ്ങളോട് പറയാനൊരു ദൂത് പരിശുദ്ധാത്മാ പറയുന്നു, കൈ താട്ടിടരുത്. പിശാചിന്റെ പദ്ധതികൾ പരാജയപ്പെടും, ദൈവത്തിന്റെ പദ്ധതി വിജയിക്കും. കൈ ഉയർത്തിപ്പിടിച്ചു പറ, പിശാച് കേൾക്ക വിളിച്ചു പറ, ദോഷ്ട പിശാചേ, എന്നെ കുറിച്ചുള്ള, എന്റെ കുടുംബത്തെ കുറിച്ചുള്ള, എന്റെ കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള, എന്റെ സഭയെ കുറിച്ചുള്ള നിന്റെ പദ്ധതികൾ പരാജയപ്പെടും, എന്റെ ദൈവത്തിന്റെ പദ്ധതി വിജയിക്കും. കൈകളടിച്ച് അന്യഭാഷയിൽ അല്പസമയം ദൈവത്തെ ആരാധിച്ചുകൊണ്ട് പറ, വിശ്വാസത്തോട് പറ, നിന്നെ കുറിച്ചുള്ള, നിന്റെ കുടുംബത്തെ കുറിച്ചുള്ള, നിന്റെ കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള പിശാചിന്റെ പദ്ധതികൾ പരാജയപ്പെടുന്ന രാത്രിയാണ് രാത്രി. യേശുവിന്റെ പദ്ധതി വിജയിക്കും. എല്ലാവരും ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ച ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനോട് പറയുന്നു, നിങ്ങളോട് പറയുവാൻ, റോഡ് ആക്സിഡന്റുകളെ മാറ്റപ്പെടുത്തുവാൻ, നിങ്ങളുടെ കൈകാലുകളെ ഓടിക്കുവാൻ, നിങ്ങളെ വഴിയിൽ വെച്ച് തകർത്ത് കളയുവാൻ, നിന്റെ തലമുറ ഇല്ലാതാക്കുവാൻ ദുഷ്ടപിശാച് പല പദ്ധതി ഇറക്കിയെങ്കിലും ഇന്ന് രാത്രി ഇവിടുന്ന് സ്തോത്രം പറയാൻ കാരണം ദൈവത്തിന് നിന്നെ കുറിച്ചൊരു സ്പെഷ്യൽ പ്ലാൻ ഉണ്ട്, ദൈവത്തിന് നിന്നെ കുറിച്ചൊരു സ്പെഷ്യൽ പദ്ധതിയുണ്ട്. യേശുവിന്റെ നാമത്തിൽ പറ, പിശാചേ, എന്നെ കുറിച്ചുള്ള നിന്റെ പദ്ധതിയല്ല, എന്റെ ദൈവത്തിന്റെ പദ്ധതി വർദ്ധിക്കും. വീണ്ടും ശക്തിയോടെ ദൈവത്തെ ആരാധിച്ചാണ് ദൈവമക്കളെ. ഹല്ലേലൂയ. നമ്മുടെ സമയം മുമ്പോട്ട് പോകുന്നു. 1, പഴയ നിയമ ഭക്തന്മാരുടെ സാക്ഷ്യം. ഞാൻ പറഞ്ഞ് ശ്രദ്ധിച്ച് കേൾക്കണം. 2, പുതിയ നിയമ ഭക്തന്മാരുടെ പുതിയ നിയമ എഴുത്തുകാരുടെ സാക്ഷ്യം. പുതിയ നിയമത്തിൽ 4 സുവിശേഷകന്മാരുണ്ട്. മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ. 4 പേര് യേശുക്രിസ്തുവിന്റെ മടങ്ങി വരവിനെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 5 പേർ ചേർന്നാണ് 21 ലേഖനങ്ങൾ എഴുതിയത്. ഈ 5 എഴുത്തുകാരും യേശുവിന്റെ മടങ്ങി വരവിനെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പുതിയ നിയമത്തിലെ ആകെ ഒരു പ്രവചന പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. ആ പ്രവചന പുസ്തകത്തിൽ 7 പ്രാവശ്യം യേശു കർത്താവ് തന്നെ ഇതാ ഞാൻ വേഗം വരുന്നു എന്നരുളി ചെയ്യുന്നു. പുതിയ നിയമത്തിൽ 50 പ്രാവശ്യം യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവിനായി ഒരുങ്ങിയിരിക്കുവാൻ നമ്മോട് ആഹ്വാനം ചെയ്യുന്നു. 3ാമത്തെ സാക്ഷികൾ, ചില സ്പീഡിൽ ഞാൻ പറഞ്ഞു വിടട്ടെ, സ്വർഗീയ ദൂതന്മാരുടെ സാക്ഷ്യമാണ്. അപ്പോസ്തല പ്രവൃത്തി 1:10 നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് സ്വർഗാരോഹണം ചെയ്യുമ്പോൾ 2 ദൂതന്മാർ വന്നിട്ട് പറഞ്ഞു, ഗലീലാ പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത യേശു പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ മടങ്ങി വരും. യേശു മടങ്ങി വരും. 4ാമത്തെ സാക്ഷ്യം കർത്തൃമേശയുടെ സാക്ഷ്യമാണ്. എനിക്ക് തോന്നുന്നു ഞായറാഴ്ച ഇവിടെ തിരുമേശ കാണും. നിങ്ങളുടെയൊക്കെ സഭകളിൽ തിരുമേശയുണ്ട്. എന്താ അപ്പോസ്തലൻ പറഞ്ഞത്? ഞാൻ വരുവോളും. 1 കൊരിന്ത്യർ 11:26 കർത്താവിനെ കാണിച്ച രാത്രി അവൻ അപ്പെടുത്ത് സ്തോത്രം ചെയ്ത് നുറുക്കി പറഞ്ഞു, ഞാൻ വരുവോളും എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീൻ. തിരുമേശ തിന്തിരിഞ്ഞ് യേശുവിൻ്റെ കാൽവറിയാഗത്തെ കുറിച്ച് പറയുമ്പോൾ തന്നെ അവൻ ഇതുവരെ വന്നില്ല എന്ന് വിളിച്ചു പറയുന്നു, അവൻ വരുമെന്ന് വിളിച്ചു പറയുന്നു. 5ാമത്തെ സാക്ഷ്യം പരിശുദ്ധ. കാരണം ഇതൊക്കെ വിവരിക്കാൻ നേരമില്ല, നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് വരണം. പരിശുദ്ധാത്മാവിന്റെ സാക്ഷ്യമാണ്. തടുക്കുന്നവൻ വഴിയിൽ നീങ്ങിപ്പോകണം. എലയാസറാകുന്ന പരിശുദ്ധാത്മാവ് റെബേക്കയാകുന്ന സഭയെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. സഭ ഒരുക്കപ്പെട്ട് കഴിഞ്ഞാൽ, പൂർണ്ണയായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സഭയുടെ അംഗസംഖ്യ പൂർണ്ണമായാൽ കാഹളം ധ്വനിക്കും, സഭയുടെ നിർത്തുകൊള്ളപ്പെടും. 6ാമത്തെ സാക്ഷ്യം, ഇത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം, സഭയുടെ സാക്ഷ്യമാണ്. ഞാൻ പറഞ്ഞത് വല്ലതും കുറിക്കുന്നോ? മനസ്സിലാകുന്നുണ്ടോ? 1, പഴയ നിയമ എഴുത്തുകാരുടെ സാക്ഷ്യം, യേശു മടങ്ങി വരും. 2, പുതിയ നിയമ എഴുത്തുകാരുടെ സാക്ഷ്യം, യേശു മടങ്ങി വരും. 3, സ്വർഗീയ ദൂതന്മാരുടെ സാക്ഷ്യം, യേശു മടങ്ങി വരും. 4, പരിശുദ്ധാത്മാവിന്റെ സാക്ഷ്യം, യേശു മടങ്ങി വരും. 5, കർത്തൃമേശയുടെ സാക്ഷ്യം, യേശു മടങ്ങി വരും. 6, സഭയുടെ സാക്ഷ്യം. എന്താ സഭയുടെ സാക്ഷ്യം? പാസ്റ്ററെ വായിച്ചേ. 1 കൊരിന്ത്യർ ലേഖനം 16-ാം അധ്യായം 22-ാം വാക്യം. കർത്താവിനെ സ്നേഹിക്കാത്തവൻ ഏവനും ശപിക്കപ്പെട്ടവൻ, നമ്മുടെ കർത്താവ് വരുന്നു. ഒന്നുകൂടെ വായിച്ചു കേൾപ്പിച്ചേ പാസ്റ്ററെ വാക്യം. കർത്താവിനെ സ്നേഹിക്കാത്തവൻ ഏവനും ശപിക്കപ്പെട്ടവൻ,
നമ്മുടെ കർത്താവ് വരുന്നു. കർത്താവിനെ സ്നേഹിക്കാത്ത ഏവനും ശപിക്കപ്പെട്ടവൻ നമ്മുടെ കർത്താവ് വരുന്നു. കൊരിന്ത്യർ ലേഖനത്തിൽ പൗലോസ് എഴുതിയ കൺക്ലൂഷൻ വാചകമാണിത്, ഉപസംഹാര വാചകമാണ്. എന്നാൽ ഈ ഉപസംഹാര വാചകം പിന്നീട് സഭയുടെ സല്യൂട്ടേഷനായി മാറി, വന്ദനമായി മാറി. എന്താണ് വന്ദനം? രണ്ട് വിശ്വാസികൾ തമ്മിൽ കാണുമ്പോൾ പറയുന്ന വന്ദനമായി ഇത് മാറി. ആ വന്ദനം ഞാൻ പറയാം. ഒരാൾ പറയും മാറാനാഥ, അപ്പോൾ മറ്റേയാൾ പറയും അനാഥമ. ഒന്ന് പറഞ്ഞേ, ഞാനിവിടെ മാറാനാഥ എന്ന് പറയുമ്പോൾ നിങ്ങൾ അനാഥമാന്ന് പറയണം. മാറാനാഥ. അയ്യോ, ഇവിടെ കേക്കട്ടെ. മാറാനാഥ, അനാഥമ എന്ന് പറഞ്ഞ അർത്ഥം എന്താ? മാറാനാഥ എന്ന് പറഞ്ഞാൽ മാറി നിൽക്കടാന്നല്ല, മാറി നിൽക്കടാന്നല്ല. നമ്മുടെ കർത്താവ് വരുന്നു, നമ്മുടെ കർത്താവ് വരുന്നു. അവനെ സ്നേഹിക്കാത്ത ഏവനും ശപിക്കപ്പെട്ടവൻ. കരുവഞ്ചാല് കേൾക്കത്തക്കവണ്ണം കൈ ഉയർത്തി പറ, ഞങ്ങളുടെ കർത്താവ് വരുന്നു. ഉറക്കപ്പറ, യേശു വരുന്നു, നമ്മുടെ കർത്താവ് വരുന്നു. വന്ദന സ്വരം മനസ്സിലായില്ല? മനസ്സിലാക്കി തരാം. എന്താ ഈ വന്ദനം? ഭാരതീയർ വന്ദനം ചൊല്ലുന്നത് തമ്മിൽ കാണുമ്പോൾ എങ്ങനെ? എന്താ പറഞ്ഞ? നമസ്തേ, നമസ്തേ. ഇസ്രായേൽക്കാരുടെ വന്ദനം ഷാലോം. രണ്ട് ഇസ്രായേൽക്കാർ തമ്മിൽ കാണുമ്പോൾ അവർ പറയും ഷാലോം. കർത്താവിന്റെ ദാസൻ അബുദാബിയിലെ പാസ്റ്റൂടാ. ഗൾഫിലെ ആളുകൾ കാണുമ്പോൾ എന്നാ പറയും? സലയും വലൈക്കും. അങ്ങനാണോ? അപ്പോൾ അപ്പർ പറയും വലൈക്കുസ്സലാം. നമ്മൾ പെന്തക്കോസുകാർ കാണുമ്പോൾ എന്നാ പറയും? എന്തോ പറയും? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ പറയുന്നില്ലല്ലോ. ഇപ്പൊ ഒരാൾ പ്രൈസ് ദി ലോർഡ് പറഞ്ഞാൽ മറ്റേ പുള്ളി ഇങ്ങോട്ട് ചോദിക്കും, പുതിയ വിശ്വാസി ആയിരിക്കില്ലയോ എന്ന്. പുതിയ വിശ്വാസിയാ, പുതിയ വിശ്വാസിയെ പ്രൈസ് ദി ലോർഡ് പറയൂ. ഈ ദേവദാസ് പറഞ്ഞാൽ സ്തോത്രം. നമ്മളോട് ഒത്തിരി ചോദ്യങ്ങൾ ചോദിക്കാറുള്ള ഒരു ചോദ്യമായി, വിശ്വാസികൾ തമ്മിൽ കാണുമ്പോൾ സ്തോത്രം പറയാം. ഏത് ആൾക്കൂട്ടത്തിന് നടുവില്ല. ഇനി പറഞ്ഞോണം, പറഞ്ഞില്ല ഇന്ന് മുതൽ പറഞ്ഞു കൊടുക്കണം. തമ്മിൽ കാണുമ്പോൾ സ്തോത്രം. ആള് നിൽക്കുന്നതെന്ന് അവർ നോക്കത്തില്ല, സ്തോത്രം എന്ന് പറയും. നിങ്ങളെന്നേരത്തെ തമ്മി സ്തോത്രം കൊടുക്കുകയാണെന്ന് അവർ ചോദിക്കാറുണ്ട്. മനസ്സിലായില്ലേ? മനസ്സിലാക്കിക്കൊണ്ട് പോകും. എന്തിനാ സ്തോത്രം പറയുന്നത് അറിയാമോ? ഒരു സെക്കൻഡിൽ 6 പേർ വീതം, ഒരു മിനിറ്റിൽ 360 പേർ വീതം, ഒരു മണിക്കൂർ 21,400 പേർ വീതം, ഒരു ദിവസം 5,18,000-ത്തിലധികം പേർ വീതം ഈ ലോകത്തോട് യാത്ര പറയുക. കഴിഞ്ഞ രാത്രി നിങ്ങൾ യോഗത്തിന് വന്ന് 8 മണിക്ക്, വീണ്ടും ഈ 8 മണിക്ക് യോഗത്തിന് വന്ന നേരം കൊണ്ട് 5,18,000-ത്തിലധികം ആളുകൾ ലോകത്തോട് യാത്ര പറഞ്ഞു. അതൊരാൾ നിങ്ങളും ഞാനും ആകാഞ്ഞത് നിങ്ങളുടെയും എൻ്റെയും മിടുക്കല്ല, തമ്പുരാൻ്റെ കരുണയാണ്. ഒരു ഞായറാഴ്ച നിങ്ങൾ ആരാധന കഴിഞ്ഞ് മടങ്ങി വീട്ടിൽ പോയി വീണ്ടും അടുത്ത ആരാധനയ്ക്ക് വരുമ്പോൾ 35 ലക്ഷം ആളുകൾ ഈ ഭൂമിയിൽ യാത്ര പറയും. നമ്മൾ തമ്മിൽ കാണുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്തോത്രം കൊടുക്കുകയല്ല. സഹോദര സഹോദരി, നാം തമ്മിൽ കണ്ടു പിരിഞ്ഞ ശേഷം എത്രയോ ആയിരങ്ങൾ ലോകത്തോട് യാത്ര പറഞ്ഞു. വീണ്ടും കാണുവാൻ കൃപ തന്ന ദൈവത്തിന് സ്തോത്രം. നിന്റെ സഹോദരനെ വീണ്ടും കണ്ടതിൽ സന്തോഷമുണ്ടെങ്കിൽ സ്തോത്രം പറയണം. നിന്റെ സഹോദരിയെ വീണ്ടും കണ്ടതിൽ സന്തോഷമുണ്ടെങ്കിൽ ദൈവത്തിന് സ്തോത്രം പറയണം. നമ്മുടെ വന്ദനം പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. മനസ്സിലായോ? ഇപ്പൊ ഈ സോഷ്യൽ മീഡിയ ഒക്കെ ഞാൻ ഇങ്ങോട്ട് വന്നപ്പം പറയായിരുന്നു, തുറക്കാനൊക്കെ ഇല്ല. സുന്ദരന്മാരുടെയൊക്കെ ഫോട്ടോ, 13-കാരൻ, 18-കാരൻ, 32-കാരൻ, 40-കാരനൊക്കെ കുഴഞ്ഞു വീണങ്ങ് ഭരിക്കുക. സഹോദര സഹോദരി, ഒരു ദിവസമെങ്കിലും നീയും ഞാനും ബലത്തോടിരിക്കുന്നെങ്കിൽ ദൈവത്തിന്റെ കരുണയാണ്. തമ്മി കാണുമ്പം മാത്രമല്ല സ്തോത്രം പറയേണ്ടത്. രാവിലെ എഴുന്നേറ്റ് ഇങ്ങോട്ട് വരുമ്പം നിന്റെ പ്രിയപ്പെട്ടവളെ ബലത്തോട് കണ്ടാൽ ദൈവത്തിന് സ്തോത്രം പറയണം. നിന്റെ പ്രിയപ്പെട്ടവനെ ബലത്തോട് കണ്ടാൽ ദൈവത്തിന് സ്തോത്രം പറയണം. നിന്റെ കുഞ്ഞിനെ ആരോഗ്യത്തോട് കാണുന്ന സ്തോത്രം പറയണം. ഈ പാപലോകത്തിൽ, ദുഷ്ടലോകത്തിൽ ഒരു ദിവസമെങ്കിലും ബലത്തോടിരിക്കുന്നെങ്കിൽ തമ്പുരാന്റെ കരുണയാണെന്ന് മറക്കരുത്. എത്ര പേർക്ക് ആ കരമാറ്റി സ്തോത്രം പറയാൻ കഴിയും? അപ്പൊ സഭയുടെ വന്ദനം കർത്താവിന്റെ വരവായിരുന്നു. 2, സഭയുടെ പ്രത്യാശ. 1 തെസ്സലോനിക്കർ 4:19, പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുത്. കർത്താവ് താൻ ഗംഭീര നാദത്തോടും പ്രധാന ദൈവ സ്വർഗത്തിൽ നിറങ്ങി വരും. ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവനോട് ശേഷിക്കുന്ന അവരോടൊന്നിച്ച് ആകാശമേഘങ്ങളിൽ കർത്താവിനെ എടുക്കപ്പെടും. ഇങ്ങനെ നാം കർത്താവിനോടൊപ്പം ആയിരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിക്കുകയും. അപ്പൊ ക്രിസ്തീയ പ്രത്യാശ കർത്താവിന്റെ വരവാ. 1, വന്ദനം സഭയുടെ കർത്താവിന്റെ വരവ്. 2, പ്രത്യാശ കർത്താവിന്റെ വരവ്. 3, സഭയുടെ കാത്തിരിപ്പെന്താ? ഫിലിപ്പിയ ലേഖനം 3:20, നമ്മുടെ പൗരത്വമോ
സ്വർഗത്തിലാകുന്നു. അവിടെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു രാജാവായി രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. സഭ കാത്തിരിക്കുന്നത് യേശുവിൻ്റെ മടങ്ങി വരവാണ്. ഞാൻ അതിനിടയ്ക്കൊരു കാര്യം പറയാം. നമ്മൾ ഇന്ത്യൻ പൗരന്മാരാണ്, അതിൽ അഭിമാനിക്കുന്നു. നമ്മൾ ഇന്ത്യൻ പൗരന്മാരായിരിക്കുമ്പോൾ തന്നെ സ്വർഗീയ പൗരന്മാരുടെയാണ്. നിന്റെ ഭാരത്തിൽ, നിന്റെ പ്രശ്നത്തിൽ ഇന്ത്യ ഗവൺമെന്റ് ഇടപെട്ടില്ലെങ്കിലും സ്വർഗീയ ഗവൺമെന്റ് ഇടപെടുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ശക്തിയോട് സ്തോത്രം ചെയ്യാം. കാത്തിരിപ്പ് സഭയുടെ കർത്താവിൻ്റെ വരവാണ്. 4 ശ്രദ്ധിക്കണം, ഞാൻ പറയുന്നത് നിങ്ങൾ മറക്കരുത്. 1 സല്യൂട്ടേഷൻ, കർത്താവിൻ്റെ വരവ്. 2 പ്രത്യാശ, കർത്താവിൻ്റെ വരവ്. 3 കാത്തിരിപ്പ്, കർത്താവിൻ്റെ വരവ്. 4 വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം 20-ാം വാക്യം വായിക്കവാസ്ത്രേ, വേഗത്തിൽ വായിച്ചേ. ഇത് സാക്ഷീകരിക്കുന്നവൻ അതേ ഞാൻ വേഗം വരുന്നു എന്ന് അരുളി ചെയ്യുന്നു. ആമേൻ. കർത്താവായ യേശുവേ വരേണമേ. സഭയുടെ പ്രാർത്ഥന കർത്താവിൻ്റെ വരവ്. ഒന്ന് ഉറക്കെ പറഞ്ഞേ ആമേൻ കർത്താവേ. ഉറക്കെ പറഞ്ഞേ ആമേൻ കർത്താവേ. സഭയുടെ പ്രാർത്ഥന കർത്താവിൻ്റെ വരവ്. ഇവിടെ കർത്താവെ വരണമേ എന്നാണ് കാനോച്ചനിയുടെ പറയുന്നത് കേട്ട്. ഇപ്പം സഭ പ്രാർത്ഥിക്കുന്ന ആമേൻ കർത്താവെ തരണമേ എന്നാ. വരണമേ എന്നല്ല, തരണമേ. കല്യാണോറപ്പ് കഴിഞ്ഞാൽ, വിവാഹ നിശ്ചയം കഴിഞ്ഞാൽ വിവാഹം നടക്കാൻ ധൃതി ചെറുക്കനാണോ പെണ്ണിനാണോ? എന്തേലും ഒന്ന് പറ. നീ കേൾക്കണം. എന്താ ഏതായാലും കരുവഞ്ചാലക്കാരെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഒരാളെങ്കിലും പറഞ്ഞ് 2 പേർക്കും ധൃതിയാന്ന് ഒരുപോലെ. ഞാൻ പലയിടത്തും ചോദിക്കുമ്പോൾ സഹോദരന്മാർ പറയും പെണ്ണുങ്ങൾക്കാന്ന്, പെണ്ണുങ്ങൾ പറയും ആണുങ്ങൾക്കാന്ന്. എന്നാൽ ഇവിടെ ധൃതി ആർക്കാ പാസ്റ്റർ? ഒന്ന് ക്ലിയറായി ഒന്ന് വായിച്ച് കേൾപ്പിച്ച. പെട്ടെന്ന് നമുക്ക് സമയമില്ല, അതുകൊണ്ടാണ് വായിച്ചേ. 22-20 പെട്ടെന്ന്. വെളിപ്പാട് 22-20, വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം 20-ാം വാക്യം. ആർക്കാ ധൃതി? ഒന്ന് വായിച്ചേ, പെട്ടെന്ന് വായിച്ച്. ഇത് സാക്ഷീകരിക്കുന്നവൻ അതേ ഞാൻ വേഗം വരുന്നു എന്നരുളി ചെയ്തു. അടുത്തത് ആമേൻ. കർത്താവായ യേശുവേ വരേണമേ. മണവാളൻ പറഞ്ഞതാ ഞാൻ വേഗം വരുന്നു. മണവാട്ടി പറഞ്ഞു ആമേൻ കർത്താവേ വരണമേ. അത്ര ധൃതിയൊന്നും കൂട്ടണ്ട, പെതുക്കെ വന്നാൽ മതി. അപ്പം അവിടെ സഭയ്ക്ക് മണവാളനാ ധൃതി. ഞാനിത് പറഞ്ഞതേ ഇവിടെ എത്രമാത്രം ആപ്ലിക്കബിളാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, എങ്കിലും ഇത് കയറിക്കോണം അകത്ത്. പണ്ട് പെന്തക്കോസ്തുകാരുടെ പാട്ട് മുഴുവൻ കർത്താവിൻ്റെ വരവിനെ കുറിച്ചായിരുന്നു. നിങ്ങളത് പഠിക്കണം. വാസപ്രാർത്ഥനയായാലും കൺവെൻഷനായാലും കാത്തിരിപ്പ് യോഗമായാലും. ഞാനിവിടെ നമ്മുടെ ജെയ്സൺ നല്ല കർത്താവിൻ്റെ വരവിനെ കുറിച്ച് എനിക്കിഷ്ടപ്പെട്ട പാട്ടാണ് ആ പാട്ടിയതൊക്കെ. സ്തോത്രം, സ്തോത്രം. വളരെ കർത്താവിൻ്റെ വരവിനെ കുറിച്ച് പല പാട്ട് ഇനിയും പാടാനും ഇരിക്കുക. പലർക്കും ഈ കർത്താവിൻ്റെ വരവ് ഇല്ല. ഞാൻ ഇന്ന് കഴിഞ്ഞ ദിവസം വേറൊരു വിഷയം പ്രസംഗിച്ചപ്പം പണ്ട് വി.എ. തോമസ് പറഞ്ഞു. വി.എ. തോമസ് പ്രസംഗിക്കാനായിട്ട് സ്റ്റേജിലോട്ട് ചെല്ലുമ്പോൾ സ്റ്റേജിൽ നിന്നൊരു പാട്ട് കേൾക്കാം. വെളിച്ചം എവിടെ? വെളിച്ചം എവിടെ? വി.എ. തോമസ് പറഞ്ഞാൽ വെളിച്ചത്തെക്കുറിച്ച് പ്രസംഗിക്കാൻ വരിക. ഇവിടെ വെളിച്ചം എവിടെ? സ്തോത്രം. പണ്ടിടത്ത് ഞാൻ യേശു ക്രിസ്തു ഉയർത്തു ജീവിക്കുന്നു പാടാവുന്ന ഗായക സംഘത്തോട് പറഞ്ഞപ്പം വേഴ്സ് യു തരാൻ, സിയോൻ ഗീതാവിന് തരാൻ അവർക്കറിയത്തില്ല. മനസ്സിലായോ? സ്തോത്രം. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? പണ്ട് പെന്തക്കോസ്തുകാരൻ്റെ പാട്ട് കർത്താവിൻ്റെ വരവാ. എന്നു വരും, എപ്പോൾ വരും, പോയതുപോൽ എൻ മണവാളനെ. പിന്നെ മൽപ്രിയേനെ നിന്നു നിൻ ശുദ്ധരെ ചേർത്തിടേടേ. പിന്നെ കത്തുകത്തേകനായി നിൻ വരമോർത്തു ഞാൻ നാളത്ര നീക്കിയൻ യേശുദേവാ. കന്തനെ കാണുവാൻ ആർത്തിവാളേരുന്നേ, ഇല്ല പ്രത്യാശ ഒന്നിലും. കഷ്ടതയുടെ നാളെ ഇതായിരുന്നു പാട്ട്. കർത്താവിൻ്റെ വരവായിരുന്നു ഏക പ്രതീക്ഷ. കൈയൊന്നുയർത്തിയ ദൈവത്തിന് സ്തോത്രം പറഞ്ഞേ. ഈ യെരുശലേമി മുഴുവൻ ക്ഷാമം കൊടുമ്പിരിക്കൊണ്ടിരിക്കുമ്പം ചാകാനിരുന്ന വല്യമ്മയുടെ അരികിലേക്ക് ദൈവം ജീവിക്കാനായൊരു പ്രവാചകനെ അയച്ചു. ഉത്തരം പറ, ആരാ?
ഏലിയാവ്. തള്ള ചാകാനിരിക്കുക. ഏലിയാവ് പറഞ്ഞു ഒരു ഗ്ലാസ് വെള്ളം തരാൻ. വെള്ളം എടുക്കാൻ പറഞ്ഞു ഒരടയും കൂടെ കൊണ്ടുവരാൻ. ഉടനെ ഈ തള്ള പറഞ്ഞു കേട്ടോ, ആകപ്പാടെ 2 അടയ്ക്കുള്ള മാവുണ്ട്, വെളിച്ചെണ്ണയും തൊട്ട് വരട്ടി ഞാനും എൻ്റെ കൊച്ചിനും തിന്നിട്ട് ചാകാനിരിക്കുകയാണ്. തിന്നേച്ച് എന്നാൽ പിന്നെ തിന്നാതങ്ങ് ചാകരുതോ? തിന്നേച്ച് ഈ ചാകുന്നവരല്ല ഇപ്പം ശാപ്പാടിടിച്ചാ ചാകുന്നത്. ബിരിയാണിക്കകത്തി വിഷം, കുഴിമന്തിക്കകത്തി വിഷം, ചാകുമ്പോഴും തീറ്റയുടെ കാര്യം. പക്ഷെ ഇവള് പറഞ്ഞു തിന്നേച്ച്. അതിൻ്റെ അർത്ഥം അവൾക്ക് മരിക്കണമെന്നില്ല, ജീവിക്കണമെന്നുണ്ട്, പക്ഷെ ജീവിക്കാൻ നിർവാഹമില്ല. രാത്രി എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നിന്റെ കരുതൽ ഒരു പിടി മാവിൽ ഒതുങ്ങുമ്പോൾ, നിന്റെ കരുതൽ ഒരു തുടം വെളിച്ചെണ്ണ ഒതുങ്ങുമ്പോൾ, വിശ്വാസത്തിൻ്റെ ആദ്യത്തെ അട നല്ല പ്രവാചകനായ യേശുവിന് കൊടുക്ക്. നിന്റെ ഭവനത്തിൽ നീ അത്ഭുതം കാണാൻ പോകുകയാണ്. ഓ, എത്ര പേർക്ക് കൈകളടിച്ച് ശക്തിയോടെ ദൈവത്തെ ആരാധിപ്പാൻ കഴിയും? നിന്റെ തകർച്ചയുടെ വേളയിൽ, നിന്റെ ഇല്ലായ്മയുടെ വേളയിൽ, ഓ ഹുഷമ റഖോനി ഹംതുനിയ, നിന്റെ ശൂന്യതയുടെ വേളയിൽ നല്ല പ്രവാചകനായ യേശുവിനെ വീട്ടിൽ കയറ്റ്, നീ ഒരു അത്ഭുതം കാണും. ഒന്ന് ശക്തിയോടെ ദൈവത്തെ ആരാധിച്ചേ. ഓ ബഷമ റഖോനി ഹംതുനിയ. അവള് വിശ്വാസത്തിന്റെ ആദ്യത്തെ അട പ്രവാചകൻ കൊടുത്തപ്പോൾ ദൈവകരം നീണ്ടു വന്ന തള്ളയുടെ കരളത്തേൽ ഭരണിയൻ തൊട്ടു. യെരൂശലേമിൽ ക്ഷാമം തീരും വരെ അവിടെ വീട്ടിൽ ക്ഷാമം എത്തി നോക്കിയില്ല. ഇത് ഞങ്ങളുടെ അനുഭവം പറയുക. ഞങ്ങളുടെ ജീവിതത്തിലൊക്കെ ശൂന്യതകൾ നഴലിച്ചപ്പോൾ, മരണം മാത്രം മുന്നിൽ വന്നപ്പോൾ, വിശ്വാസത്തിന്റെ ആദ്യത്തെ അട കർത്താവിന് കൊടുത്തു. യേശു കർത്താവിനെ വീട്ടിൽ കയറ്റിയതിനാൽ അവൻ ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്തു. ഒന്നുകൂടെ പറഞ്ഞാൽ, കരഞ്ഞവന്റെ തലമുറ, പ്രാർത്ഥിച്ചവന്റെ തലമുറ, യേശുവിനെ ഇല്ലായ്മയിലും സേവിച്ചവന്റെ സന്താനങ്ങൾക്ക് വേണ്ടി ദൈവം ഇന്നും അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. എത്ര പേർക്ക് ശക്തിയോടെ സ്തോത്രം പറയാൻ കഴിയും? ഞങ്ങളിത് പറഞ്ഞ അനുഭവമാണ്. പെന്തക്കോസ്തുകാരന്റെ തലമുറയെ ദൈവം അനുഗ്രഹിക്കാൻ കാരണം, പട്ടിണിയുടെ വേളയിലും ഇല്ലായ്മയുടെ വേളയിലും കഷ്ടതയുടെ വേളയിലും ദൈവത്തിന്റെ അഭിഷക്തന്മാരെ വീട്ടിൽ കയറ്റിയതിനാൽ ദൈവയുടെ തലമുറയെ മാനിക്കുന്നു. നിങ്ങളോടുള്ള ദൂത, യേശുവിനെ വീട്ടിൽ കയറ്റിയവനെ ദൈവം കൈവിടില്ല. ഞങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന നന്മ, ഞങ്ങളുടെ പിതാക്കന്മാർ ഇല്ലായ്മയിലും ദൈവത്തിന് കൊടുത്തതിൻ്റെ നന്മയാ. ദൈവത്തിൻ്റെ അഭിഷക്തന്മാരെ വീട്ടിൽ കയറ്റിയതിൻ്റെ നന്മയാ. അവർ ഹല്ലേലൂയ വീട്ടിൽ വന്ന അഭിഷക്തന്മാർക്ക് ഉള്ള കോഴിമുട്ട വാട്ടിക്കൊടുത്തു. അവർ കട്ടൻ കാപ്പി കുടിച്ചപ്പോൾ ഉള്ള പാലിട്ട് ചായ എഴുതി കൊടുത്തു. ഇന്ന് ദൈവത്തിൻ്റെ മക്കളെ, അഭിഷക്തന്മാരുടെ തലമുറയെ ഞാനിവിടെ പരിശുദ്ധാത്മാവ് വിളിച്ചു പറയാ, പെന്തക്കോസ്തുകാരന്റെ തലമുറയെ കാണുന്ന ചിലർ കുശുമ്പ് കുത്തുമ്പോൾ നീ ഓർത്തോണം, ഹല്ലേലൂയ സകലവാതിലും അടയപ്പെട്ടപ്പോൾ ഞങ്ങളുടെ കണ്ണുനീര് കണ്ട് ദൈവം തുറന്ന ഉറവയിൽ നിന്നാണ് ഞങ്ങൾ കുടിക്കുന്നത്. ഒന്നുകൂടെ നന്നായി കൈയൊക്കെ അടിച്ച് ശക്തിയോടെ ആരാധിച്ചേ എല്ലാവരും. ശക്തിയോടെ ദൈവത്തെ സ്തോത്രം പറഞ്ഞാൽ ഈ രാത്രി നിനക്കും നിന്റെ തലമുറയ്ക്ക് വേണ്ടി അത്ഭുത ഉറവകൾ തുറക്കാൻ ദൈവത്തിന് കഴിയും. ഞാനവിടെ പറയാൻ വന്നത്, ചാകാനിരുന്ന തള്ള ജീവിച്ചു, സമൃദ്ധിയായി, എല്ലാം സമൃദ്ധിയായി കഴിഞ്ഞപ്പോൾ മരണം തേടിയെത്തി. ആരും അഹങ്കരിക്കരുത്, ആരും നിഗളിക്കരുത്. സകല സമൃദ്ധിയുടെയും നടുവിൽ മരണം തേടിയെത്തി. നമ്മുടെ അവസ്ഥ മാറ്റാൻ ദൈവത്തിന് അധിക നേരം വേണ്ട. ഏതാണ്ടൊക്കെ ആയെന്നും പറഞ്ഞ് ആരും പുകഴരുത്, നിഗളിക്കരുത്. നാം ആകുന്ന ദൈവത്തിൻ്റെ കരുണയാലാ. ഉടനെ ആ തള്ള പറഞ്ഞു, എൻ്റെ പാവം ഓർപ്പിക്കാനും എൻ്റെ കൊച്ചനെ കൊല്ലാനും നീ വന്നതാണോ? അതിൻ്റെ അർത്ഥം കഷ്ടതയിൽ പട്ടിണിയിൽ കർത്താവ് വന്നാൽ മതിയായിരുന്നു. ഇപ്പോഴെങ്ങും കർത്താവ് വരല്ലേ? പെന്തക്കോസ്തുകാരുടെ സുവിശേഷങ്ങളിൽ യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവ് പ്രസംഗിക്കാതിരിക്കില്ലായിരുന്നു. 3 ദിവസം കൊണ്ട് ഒരു ദിവസം യേശുവിൻ്റെ മടങ്ങിവരവാണ്. ഇന്ന് 7 ദിവസം കൊണ്ട് 450 പേര് പ്രസംഗിച്ചാലും കർത്താവിൻ്റെ മടങ്ങിവരവിനെക്കുറിച്ച് ആരും മിണ്ടാറില്ല. ഞാൻ പറയാറുണ്ട്, പ്രസംഗിച്ച് പ്രാസംഗികന് തന്നെ ഇപ്പം സംശയമായി കർത്താവ് വരുമോന്ന്. അത് വന്നാൽ പോകുമെന്ന് അയാൾക്ക് ഉറപ്പില്ല. ഈ രാത്രി ഞങ്ങൾ പറയുന്നു, യേശു കർത്താവ് ആരെയും കാത്തു നിന്ന് കൊണ്ടുപോകാൻ വരുന്നില്ല. കാത്തു നിൽക്കുന്നവരെ ചേർക്കാൻ യേശു വരും.
യേശു ആരെ ഒരുക്കി കൊണ്ടുപോകാൻ വരുന്നില്ല, ഒരുങ്ങി നിൽക്കുന്നവരെ ചേർക്കാൻ യേശു ഇറങ്ങി വരും. കൈ ഉയർത്തി വിളിച്ചു പറ, ഞങ്ങളുടെ കർത്താവ് വരാറായി, യേശു മടങ്ങി വരാറായി, കാഹളം ധ്വനിക്കാറായി, വിശുദ്ധന്മാർ ഉയർക്കാറായി. ദൈവസഭയുടെ സാക്ഷ്യം, ഏഴാമത്തെ സാക്ഷ്യം യേശു ക്രിസ്തുവിന്റെ സാക്ഷ്യമാണ്. പ്രിയ സഹോദരങ്ങളെ, ഞങ്ങൾക്കാരുടെയും സാക്ഷിമൊഴിയുടെ ആവശ്യമില്ല. ഞങ്ങളുടെ കർത്താവ് പറഞ്ഞു, യോഹന്നാൻ 14:1, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. സ്ഥലമൊരുക്കി കഴിഞ്ഞാൽ പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ഞാൻ ഒന്നുകൂടെ പറയാം, ഭൂമിയിൽ ആരുടെയും ഒത്താശ വേണ്ട. ഐ വിൽ കം അഗൈൻ. ഈ 3 വാക്ക് മതി ഞങ്ങൾക്ക് അവനെ കാത്തിരിപ്പാൻ. കാരണം പോഷ്കു പറയാത്തവനും അതിനാവശ്യമില്ലാത്തവനുമായ യേശു കർത്താവ് പറഞ്ഞു, ഞാൻ മടങ്ങി വരും. ഞാൻ ചവിട്ടി നിൽക്കുന്ന ഈ ഭൂമി മാറും, എൻ്റെ തലയ്ക്ക് മീതെയുള്ള ആകാശം മാറും, പക്ഷെ എൻ്റെ കർത്താവിൻ്റെ വാക്കുകൾ മാറില്ല. ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ച ദൈവമക്കളെ, വഴിയാധാര ജീവിയായി കിടന്നവനെ നല്ല ശമരിയാർ രക്ഷിച്ചു. വഴിയമ്പലത്തിൽ കൊണ്ടാക്കി രക്ഷ ചെയ്യണമെന്ന് പറഞ്ഞു. ദൈവം പോകാൻ നേരം പറഞ്ഞു, ഇവനെ രക്ഷ ചെയ്യണം, അധികം വല്ലതും ചെലവിട്ടാൽ ഞാൻ മടങ്ങി വരുമ്പോൾ തന്നുകൊള്ളാം. ഈ മടങ്ങി വരാമെന്ന് പറഞ്ഞ ശമരിയക്കാരൻ ഭോഷ്കു പറയുന്നവനല്ല, അവൻ ഈ ദിവസങ്ങളിൽ മടങ്ങി വരും. നോക്കൂ, വേദപുസ്തകത്തിൽ യേശുക്രിസ്തുവിന്റെ സാക്ഷ്യം 14-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. 14:19, കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് ലോകം എന്നെ കാണുകയില്ല, നിങ്ങളോ എന്നെ കാണും, ഞാൻ ജീവിക്കുന്നുണ്ട്, നിങ്ങളും ജീവിക്കും. 14:28, ഞാൻ പോവുകയും നിങ്ങളുടെ അടുക്കൽ മടങ്ങി വരികയും ചെയ്യും. യേശു കർത്താവ് പറഞ്ഞ ഞാൻ മടങ്ങി വരുമെന്ന് ലോകത്തിലൊരു നേതാവല്ല. ഞങ്ങൾ അവനെ കാത്തിരിക്കുന്നു, അവൻ മടങ്ങി വരും. നിങ്ങൾക്കറിയാമോ, യേശു കർത്താവിനെ വിസ്തരിക്കുമ്പോൾ പിലാത്തോസും ഹെരോദാവും മാറി മാറി യേശുവിനെ വിസ്തരിക്കുകയാണ്. യേശു ഒന്നിനും മറുപടി പറഞ്ഞില്ല. യേശു നിശബ്ദനായിരുന്നു. 2 ചോദ്യത്തിന് യേശു മറുപടി പറഞ്ഞുള്ളൂ. ഇതിടെ ഞാൻ പ്രസംഗിക്കുന്ന ഓരോ വാക്കും നിങ്ങളോടുള്ള ദൈവ ദൂതുകളാണ്. പ്രിയ ദൈവ പൈതലേ, നിന്നോട് ചോദിക്കുന്ന എല്ലാ ചോദ്യത്തിനും നീ തന്നെ മറുപടി പറയാൻ പോകരുത്. മറുപടി പറയാൻ ദൈവത്തെ ഏൽപ്പിക്കുക. പറയേണ്ട സമയത്ത് പറയേണ്ടതുപോലെ അവൻ മറുപടി പറഞ്ഞുകൊള്ളും. എത്ര പേർക്ക് ശക്തിയോട് സ്തോത്രം പറയാൻ കഴിയും? ഞാൻ അടുത്ത കാലത്ത് കുറിച്ചൊരു കുറിപ്പുണ്ട്, നിശബ്ദതയും പുഞ്ചിരിയും. സൈലൻസ്, സൈലൻസ്, സ്മൈൽ ആൻഡ് സൈലൻസ്. ജയാളികളുടെ ചുണ്ടിൽ വിരിയുന്നതാണ് സ്മൈൽ ആൻഡ് സൈലൻസ്. എല്ലാത്തിനും നീ തന്നെ മറുപടി പറയരുത്. മോശയോട് ചോദിച്ചു, ഞാൻ ജനത്തെ വിട്ടയക്കാൻ നിന്റെ ദൈവം ആരാന്ന്? ഇപ്പോഴത്തെ വിശ്വാസിയാണ്, നിന്നെയും കൊന്ന് ഞാനും ചാകും, എന്നാൽ ദൈവം ആരെന്ന് കാണിച്ചു തന്നിട്ടേ ഉള്ളെന്നും പറഞ്ഞ് ഇറങ്ങിയേനെ. അവരിറങ്ങിയില്ല. മോശ പറഞ്ഞു, ഇതിന് മറുപടി പറയേണ്ട ഞാനല്ല, ഇതിന് മറുപടി പറയേണ്ടത് എന്നെ അയച്ച ദൈവമാ. നിന്നോടൊന്നുകൂടെ ഞാൻ പറയാം, എല്ലാത്തിനും നീ മറുപടി പറയാൻ പോകരുത്. നീ നെടുമ്പാട് വീട്, നീ മുട്ടിന്മേൽ നിൽക്ക്. മറുപടി പറയേണ്ടവൻ പറയേണ്ടതുപോലെ പറഞ്ഞുകൊള്ളും. Praise the Lord. Hallelujah. 2 ചോദ്യത്തിന് യേശു മറുപടി നൽകി. ആ ചോദ്യം ഏതെന്ന് ഞാൻ പറയാം. വീട്ടിൽ പോയി നിങ്ങൾ വായിക്കൂ, കുറിച്ചെടുത്തോളൂ. യോഹന്നാൻ 19:10. പീലാത്തോസ് ചോദിച്ചു, നീ ഒന്നിനും ഉത്തരം പറയുന്നില്ലല്ലോ. നിന്നെ ക്രൂശിക്കുവാനും നിന്നെ വിട്ടയക്കുവാനും എനിക്ക് അധികാരമില്ലയോ? ഉടനെ കർത്താവ് അഹങ്കാര വർത്താനം കേട്ടപ്പോൾ കർത്താവ് വാ തുറന്ന് പറഞ്ഞു. ഇങ്ങോട്ട് നോക്കിയേ, എന്താ പറഞ്ഞത്? മേലിൽ നിന്ന് കിട്ടിയിട്ടില്ലെങ്കിൽ നിനക്ക് എൻ്റെ മേൽ ഒരധികാരവുമില്ല. എത്ര പേർക്ക് ഇന്ന് രാത്രി തൻ്റെ ഇടത്തോട് പറയാൻ കഴിയും? സ്വർഗത്തിലേക്ക് അന്ന് കൈയൊന്ന് ഉയർത്തിക്കേ. ദുഷ്ടപിശാചികൾക്ക് പറ, ദുഷ്ടപിശാചെ, മേലിൽ നിന്ന് കിട്ടിയിട്ടില്ലെങ്കിൽ നിനക്ക് എൻ്റെ മേൽ, എൻ്റെ കുടുംബത്തിന്മേൽ, എൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ ഒരധികാരവുമില്ല. കൈയടിച്ച് അന്യഭാഷ ഹോഷ മറ തുനയ, അന്യഭാഷ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ രാത്രി പറ, മേലിൽ നിന്ന് കിട്ടിയിട്ടില്ലെങ്കിൽ, മേലിൽ നിന്ന് കിട്ടിയിട്ടില്ലെങ്കിൽ, മേലിൽ നിന്ന് കിട്ടിയിട്ടില്ലെങ്കിൽ, ഓ നിനക്ക് എൻ്റെ മേൽ, എൻ്റെ കുടുംബത്തിന്മേൽ, എൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ ഒരധികാരമില്ല. സാത്താന്റെ ചരക്ക് നിന്റെ ഇല്ലെങ്കിൽ തന്റെ ഇടത്തോട് പറ, ദുഷ്ടപിശാചേ, എന്റെ ദൈവം അനുവദിക്കാതെ നിനക്ക് എന്നെ തൊടുവാൻ കഴിയില്ല. രണ്ടാമത്തെ ചോദ്യം, നീ ദൈവപുത്രനോ പറക എന്നുള്ളതായിരുന്നു. മത്തായി സുവിശേഷം 26:63. നീ ദൈവപുത്രനോ പറക? യേശുവിന്റെ മറുപടി, അതെ ഞാനാകുന്നു.
മനുഷ്യപുത്രൻ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നതും അവൻ ആകാശമേഘങ്ങളെ തേരാക്കി വരുന്നതും നിങ്ങൾ കാണും. കരുവഞ്ചാൽക്കാരെ, നിങ്ങൾ വിശ്വസിച്ചാലും ശരി ഇല്ലെങ്കിലും ശരി, നിങ്ങൾ അംഗീകരിച്ചാലും ശരി ഇല്ലെങ്കിലും ശരി, ഞങ്ങൾ വിശ്വസിക്കുന്നു ഇസങ്ങൾ സ്വപ്നം കാണുന്ന സുന്ദര രാജ്യം സ്ഥാപിപ്പാൻ ഇന്നേക്ക് 2020 പരം വർഷങ്ങൾക്ക് മുമ്പ് കാൽവറിയിൽ മരിച്ച ക്രിസ്തു, കല്ലറയിൽ അടക്കം ചെയ്യപ്പെട്ട ക്രിസ്തു, കല്ലറയെ തകർത്തുയർത്തെഴുന്നേറ്റ ക്രിസ്തു രാജാതി രാജാവായി മടങ്ങി വരാൻ പോകുന്നു. യേശു മടങ്ങി വരും. യേശു മടങ്ങി വരുമെന്ന് വിശ്വസിക്കുന്നവർ ആ കൈയൊന്ന് ഉയർത്തിയാട്ടി ദൈവത്തെ സ്തുതിച്ച്. 7 സാക്ഷ്യത്തെളിവുകൾ ഞാൻ പറഞ്ഞു. ഞാൻ പിന്നെ പറയുണ്ടായി, കർത്താവിൻ്റെ വരവിന് മുമ്പ് ഭൂമിയിൽ നടക്കേണ്ട 96 ഇൻസിഡൻസ് അടയാളങ്ങൾ വിശുദ്ധ ബൈബിളിലുണ്ട്. ഈ അടയാളങ്ങളെ 4 തിരിക്കുന്നു. 1 പ്രാപഞ്ചിക ലക്ഷണങ്ങൾ, 2 ജാതീയ ലക്ഷണങ്ങൾ, 3 മാർഗീയ ലക്ഷണങ്ങൾ, 4 യഹൂദിയ ലക്ഷണങ്ങൾ. യേശു കർത്താവിന് വരവെടുക്കുമ്പോൾ ഈ പ്രപഞ്ചത്തിൻ്റെ അവസ്ഥ എന്താകും? ജാതീയ മണ്ഡലത്തിൻ്റെ അവസ്ഥ എന്താകും? യഹൂദജാതിയുടെ അവസ്ഥ എന്തായിരിക്കും? ക്രിസ്തീയ സഭയുടെ അവസ്ഥ എന്തായിരിക്കും? ഇത് 4 ഒന്നിച്ചു പഠിച്ചാൽ നമ്മുടെ കർത്താവ് അടുക്കൽ വാതുക്കലായിരിക്കുകയാണ്. എനിക്ക് സമയത്തെ ഞാൻ ഭയപ്പെടുന്നതൊക്കെ ക്ലിയറായി കുറച്ച് സമയമെടുത്ത് സംസാരിക്കേണ്ടതാണ്. ഞങ്ങളെ കേൾക്കുന്ന സുഹൃത്തുക്കളെ, കാലഘട്ടം മാറുന്നതനുസരിച്ച് മാറ്റിയിടുന്നല്ല ഞങ്ങളുടെ ഇരിക്കുന്ന വിശുദ്ധ ബൈബിൾ. പിന്നെ ബൈബിളിനനുസരിച്ച് കാലഘട്ടം മാറി മറിഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. വർത്തമാനപത്രവും ടി വിയും ഇന്നലെ എന്ത് നടന്നെന്ന് നിങ്ങളോട് പറയുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ നടക്കുന്നത് ലൈവായി ഇപ്പോൾ പറഞ്ഞെന്ന് വരും. പക്ഷെ നാളെ എന്ത് നടക്കുമെന്ന് പറയാൻ പത്രത്തിന് കഴിയത്തില്ല, ടി വിക്ക് കഴിയത്തില്ല. നാളെ എന്ത് നടക്കുമെന്ന് ഇന്നേ പറയുന്നൊരു പുസ്തകമുണ്ട്. ഇതത്രയേ വിശുദ്ധ വേദപുസ്തകം. 2 വേദഭാഗങ്ങൾ പെട്ടെന്ന് വായിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞു. 9 മണിക്ക് യോഗം നിർത്തേണ്ടതല്ലേ. ലൂക്കോസിന്റെ സുവിശേഷം 21-ാം അധ്യായം 25-ാം വാക്യം. പ്രാപഞ്ചിക ലക്ഷണവും ജാതീയ ലക്ഷണവും ഒന്നിച്ച് യേശു കർത്താവ് അവിടെ പറഞ്ഞു. പാസ്റ്ററെ വായിച്ചേ, ലൂക്കോസിന്റെ സുവിശേഷം 21-25. സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും ലക്ഷ്യങ്ങളുണ്ടാകും. കടലിന്റെയും ഓളത്തിന്റെയും മുഴക്കം നിമിത്തം ഭൂമിയിലെ ജാതികൾക്ക് നിരാശയോടുകൂടിയ പരിഭ്രമമുണ്ടാകും. ഇത് യേശു കർത്താവ് തന്നെ പറഞ്ഞ കാര്യമാണ്. സൂര്യനിൽ ചന്ദ്രനിൽ നക്ഷത്രങ്ങളിൽ ലക്ഷ്യങ്ങളുണ്ടാകും. കടലിൻ്റെ ഇളക്കം നിമിത്തം ഭൂമിയിലെ ജാതികൾക്ക് നിരാശയോട് പരിഭ്രമമുണ്ടാകും. കടലിളകിയാൽ ജനമിളകും. സുനാമി എന്ന രാക്ഷസ തിരമാലയ്ക്ക് ശേഷം അത് സംഭവിക്കുന്നുണ്ട്. ജനം ഇളകാൻ തുടങ്ങി. ഇതിനു മുമ്പ് ഒരു പ്രശ്നമല്ലായിരുന്നു. കാരണം എന്താ? ലോകത്തിലെ പ്രധാന പട്ടണമെല്ലാം കടൽ തീരത്താ. നിങ്ങളുടെ കണ്ണൂർ മുതൽ തലശ്ശേരി, കോഴിക്കോട്, കൊച്ചി, ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം, കന്യാകുമാരി കടൽ തീരത്താ. ബോംബെ കടൽ തീരത്താ. ഗൾഫ് രാജ്യങ്ങൾ, കുവൈറ്റ്, മസ്കറ്റ്, അബുദാബി, ന്യൂയോർക്ക് കടൽ തീരത്താ. വേദവസ ഒരു വാക്യമുണ്ട്, അവൻ വെള്ളം വിട്ടയച്ചാൽ അത് ഭൂമിയെ മറിച്ചു കളയും. രാക്ഷസ തിരമാല എന്തെന്നറിയാമോ? കൊന്നത്തെങ്ങിൻ്റെ വലിപ്പത്തോളവും തിരമാല ഉയരും. കടലും കായലും ഒന്നായിത്തീരും. 2 മണിക്കൂർ 2,85,000 ആൾ പോയി. അതിനുശേഷം പേടിയാ. വെള്ളം തമ്പുരാൻ വെള്ളം വിട്ടയച്ചാൽ കുവൈറ്റ് കാണില്ല, മസ്കറ്റ് കാണില്ല, ബോംബെ കാണില്ല, കന്യാകുമാരി കാണില്ല, കണ്ണൂർ കാണില്ല. ഒന്നുകൂടെ ഞാൻ പറയാം, ആരും അഹങ്കരിക്കരുത്. നമ്മളാകുന്ന ദൈവത്തിന്റെ കൃപയാലാ. മനുഷ്യന്റെ വർഷങ്ങളുടെ പണി ഇല്ലാതാക്കാൻ ദൈവത്തിന് സെക്കൻഡുകൾ മതി. ഈ ഭൂപ്രകൃതി അനുസരിച്ച് കേരളത്തിന്റെ പടിഞ്ഞാറ് വശം കൊടുങ്കാറ്റടിക്കണം, കിഴക്കേ വശം സഖ്യപർവ്വത നിരകളാണ്. ഭൂമി ഉലുക്കം സംഭവിക്കണം. ഇത് രണ്ടും പിടിച്ചു നിർത്തപ്പെടാൻ കാരണം നിങ്ങൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും സ്തോത്രം പറയുന്ന, ഹല്ലേലൂയ പറയുന്ന ദൈവമക്കളുടെ ഇവിടെ ഉള്ളത് കൊണ്ടാണ്. നിങ്ങൾക്കത് മനസ്സിലാകും ദൈവസഭ ഇവിടുന്ന് പോയി കഴിയുമ്പോൾ. എത്ര പേർക്ക് ശക്തിയോടെ ദൈവത്തിന് സ്തോത്രം പറയാൻ കഴിയും? പ്രാർത്ഥിക്കുന്നവന്റെ വില, ആരാധിക്കുന്നവന്റെ വില, സ്തോത്രം പറയുന്നവന്റെ വില. കരിവഞ്ചാൽക്കാരെ, ദൈവസഭ ഇവിടുന്ന് പോയി കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഒന്ന് ശക്തിയോടെ ദൈവത്തിന് സ്തോത്രം പറഞ്ഞേ. അപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്നത് ഭയം മനുഷ്യനെ ഗ്രസിക്കും. ഭയം പേടിക്കും, മനുഷ്യൻ നിർജീവരാകും. ഈ കാലഘട്ടത്തിലെ പോലെ ഭയം. ഇപ്പോഴാണ് നമ്മൾ ഈ മാസ്ക് ഇല്ലാതെ നടുത്തിരിക്കുന്നത് അല്ലേ? കുറച്ച് നാളിന് മുമ്പ് ഒരു മനുഷ്യൻ ഈ ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ നിന്ന് ചെയ്യുന്നൊന്ന് തുമ്മിയാൽ ആ പുള്ളിയെ പേടിയായിരുന്നു ആൾക്ക് അല്ലേ? ഈ കോവിഡ് കാലത്ത് ഒത്തിരി അടക്കമൊക്കെ ഞാൻ നടത്തി. കോവിഡ് കാലത്തെ അല്ല. അപ്പോൾ ഈ വന്നിരിക്കുന്നവരൊരാൾ ചുമച്ചാൽ ആ പുള്ളി നോട്ടപ്പുള്ളിയാണ്. ചുമച്ച ഭയമാണ്. എന്തിനാ?
ഈ പോക്കറ്റിൽ ഇരിക്കുന്ന സാധനമേ, ഇതൊക്കെ ഇതിനെ പേടിച്ചില്ലയോ? സ്വോത്രാഴ്ച എടുത്തിട്ട് ഇങ്ങനെ അടിച്ചല്ലയോ? സ്പ്രേ, ഏറ്റവും മനുഷ്യൻ ഇഷ്ടപ്പെട്ട സാധനത്തെ പോലും പേടിച്ചു. സ്പ്രേ അടിച്ചതിനകത്ത് ഭയം, മനുഷ്യൻ പേടിക്കും. പേടി വർദ്ധിക്കാൻ പോവാ. ഈ വേദപുസ്തകം പറഞ്ഞതൊക്കെ അതുപോലെ സംഭവിക്കുക. ഇവിടെ ഒരു വാക്യം ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. കൈപ്പൊന്ന് തരുന്നു, കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് ഞാൻ കരയെ ഇളക്കും, ഞാൻ കടലിനെ ഇളക്കും, ഞാൻ ആകാശത്തെ ഇളക്കും. അടുത്ത വാക്യം ദൈവമക്കളുടെ പ്രത്യാശയാ, സകല രാജ്യത്തിൻ്റെയും മനോഹര വസ്തു വരും. കര ഇളകി തുടങ്ങി, കടലിളകി തുടങ്ങി, ആകാശം ഇളകി തുടങ്ങി. അതിൻ്റെ അർത്ഥം സകല രാജ്യത്തിൻ്റെയും മനോഹര വസ്തുവായവൻ ഇറങ്ങി വരാറായി. പ്രിയ സ്നേഹിതരെ, ഈ ലോക ജനസമുദായ കടലിൻ്റെ ഇളക്കം നിർത്താൻ ഇവിടെ ഒരു നേതാവിനെ കൊണ്ട് കഴിയില്ല. ഞങ്ങളുടെ വിശ്വാസം എന്ന് ഞങ്ങൾ പറയാം. അതിന് മുമ്പ് പാസ്റ്ററെ ഒന്ന് വായിച്ച് 65-ാം സങ്കീർത്തനം 7-ാം വാക്യം. ബൈബിളിൽ എവിടെയും പ്രവചനങ്ങളുണ്ട്. 65-ാം സങ്കീർത്തനം 7-ാം വാക്യം ഒന്ന് വായിച്ചേ. അവൻ സമുദ്രങ്ങളുടെ മുഴക്കവും, ശ്രദ്ധിച്ച് കേട്ടോ, അവൻ സമുദ്രങ്ങളുടെ മുഴക്കവും തിരമാലകളുടെ കോപവും ജാതികളുടെ കലഹവും ശമിപ്പിക്കുന്നു. ആരെ? സ്വർഗത്തിലെ ദൈവം. അടുത്ത വാക്യം, ഭൂസീമവാസികളും നിന്റെ ലക്ഷ്യങ്ങൾ നിമിത്തം ഭയപ്പെടുന്നു. കേട്ടോ, അവൻ സമുദ്രങ്ങളുടെ മുഴക്കവും ജാതികളുടെ കലകവും തിരമാലയുടെ കോപവും ശമിപ്പിക്കുന്നു. അവൻ ജാതികളുടെ കലകം ശമിപ്പിക്കാൻ, സമുദ്രത്തിന്റെ മുഴക്കം ശമിപ്പിക്കാൻ ഇവിടെ ഒരു നേതാവിനെ കൊണ്ടും കഴിയില്ല. കാറ്റേ അടങ്ങുക, കടലെ ശാന്തമാക എന്ന് പറഞ്ഞതിനെ വാക്കാൽ ശാന്തമാക്കാൻ അധികാരമുള്ളവനുണ്ട്. അവൻ ഇറങ്ങി വരും. വിശ്വസിക്കുന്ന കൈ ഉയർത്തിക്ക്, ശക്തിയോട് സ്തോത്രം പറഞ്ഞ്. ഞങ്ങളെ സംബന്ധിച്ച് ഇവിടെ എല്ലാ പാർട്ടിക്കാരോടും ഞങ്ങൾക്ക് സ്നേഹ. ആര് ഭരിച്ചാലും ഞങ്ങൾക്ക് വിരോധമില്ല. ഭരിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കും. ഇന്നാര് വരണമെന്ന് ഞങ്ങൾ ആരോടും പറയില്ല. ചിലരുടെ ധാരണ ഇന്നാര് വാഴിക്കുന്നതും വീഴിക്കുന്നതും സ്വർഗത്തിലെ ദൈവമാണ്. ആര് ഭരിച്ചാലും ഞങ്ങൾക്ക് വിരോധമില്ല. പക്ഷെ ആര് ഭരിച്ചാലും ഇത് നന്നാകാൻ പോകുന്നില്ല. ഇത് ടോട്ടൽ ലോസിൽ തള്ളിയിരിക്കുക, ഇതിനിടിയേറ്റിയിരിക്കുക. ഇവരാരും മോശക്കാരല്ല, ശരിയാക്കാമെന്ന് പറഞ്ഞൊക്കെ ഇപ്പം ശരിയായിക്കൊണ്ടിരിക്കുകയല്ലേ. ഭരിക്കുന്നവരെല്ലാം നല്ല ആളുകളാണ്, അവരുടെ കുഴപ്പമല്ല. ഇതിനെ നന്നാക്കാൻ ആർക്കും ഒക്കില്ല. പിന്നെ എനിക്കൊരവസരം കിട്ടിയാൽ ഞാൻ നന്നാക്കാമായിരുന്നു ആരും പറയരുത്. അതിൻ്റെ എല്ലാവർക്കും കൊടുക്കുക. കയറിയിരുന്ന് എന്നെ കൊണ്ട് കഴിയത്തില്ലെന്ന് പറയുമ്പോൾ കൊള്ളാകുന്നവൻ ഇറങ്ങി വരും. ഇതാ ഞങ്ങളുടെ പോളിസി. ഭരണകൂടം മാറി മറിഞ്ഞു വന്നിടും. മനയൊന്ന് കൊട്ടിക്ക്. ഭരണകൂടം മാറി മറിഞ്ഞു വന്നിടും, ഭരണാധികാരികൾ പൊടുന്നനാവെ മാറിടും. ഭരണാധികാരികൾ പൊടുന്നനാവെ മാറിടും. മരിച്ചുയർത്താവൻ ഭരണം കയ്യെടുക്കും. കയ്യടിച്ചേ. ഭരണകൂടം മാറി മറിഞ്ഞു വന്നിടും, ഭരണകൂടം മാറി മറിഞ്ഞു ഭരണാധികാരികൾ പൊടുന്നനാവെ മാറിടും. ഭരണാധികാരികൾ പൊടുന്നനാവെ മാറിടും. മരിച്ചുയർത്താവൻ ഭരണം കയ്യേൽക്കും. മരിച്ചുയർത്താവൻ ഭരണം കയ്യേൽക്കും. യേശുരാജൻ വേഗം വാനിൽ വന്നിടും. യേശുരാജൻ വേഗം വാനിൽ തൻവരാവിനായൊരുങ്ങി നിൽക്ക നാം ദിനം. തൻവരാവിനായൊരുങ്ങി നിൽക്ക നാം ദിനം. ഗംഭീരാനാദം കേൾക്കും നിശ്ചയം. ഗംഭീരാനാദം കേൾക്കും നിശ്ചയം. സൂര്യചന്ദ്ര ഗോളങ്ങൾ, സൂര്യചന്ദ്ര താരകാതിഗോളങ്ങൾ സൂക്ഷ്മബുദ്ധികൾ നിരീക്ഷണം നടത്തുമ്പോൾ, സൂക്ഷ്മബുദ്ധികൾ നിരീക്ഷണം നടത്തുമ്പോൾ ഭീമാമാറ്റം വരുവാൻ പോകുന്നു. ഭീമാമാറ്റം വരുവാൻ പോകുന്നു. യേശുരാജൻ വേഗം വാനിൽ വന്നു. യേശുരാജൻ വേഗം വാനിൽ വന്നു. തൻവരാവിനായൊരുങ്ങി നിൽക്കുന്ന ദിനം. തൻവരാവിനായൊരുങ്ങി നിൽക്കുന്ന ജനം. ഗംഭീരാനാദം കേൾക്കും നിശ്ചയം. ഗംഭീരാനാദം കേൾക്കും നിശ്ചയം. ഗംഭീരാനാദം കേൾക്കും നിശ്ചയം.
ഭരണകൂടം മാറിമറിയും, ഭരണാധികാരികൾ പൊടുന്നനെ മാറും, മരിച്ചുയർത്തവൻ ഭരണം കയ്യേൽക്കും. CS മാത്യു എന്ന 2ാം ക്ലാസ്സുകാരൻ വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയിട്ടിട്ട് പോയ പാട്ടായത്. യേശു മടങ്ങി വരും. എത്ര പേർക്ക് പ്രത്യാശയുണ്ട്? വേദോസം അന്ത്യകാലത്ത് ദുർഘട സമയം വരും. പെർലസ് ടൈം, ഹാർഡ് ടൈം, ഡിഫിക്കൽട്ട് ടൈം. മനുഷ്യൻ സ്വസ്നേഹിയാകും, വമ്പു പറയുന്നവനാകും, വാത്സല്യമില്ലാത്തവനാകും, ഖനിവറ്റവനാകും. ഇന്നലെ രാത്രി ഞാൻ പ്രസംഗിച്ചത് നിലമ്പൂരിൽ നിന്നാണ്. 2 പെണ്ണുങ്ങൾ ചെയ്ത പണി, 2 സ്ത്രീകളെ കൊന്നിട്ട് വെട്ടിമുറുക്കി തൊത്തി നുറുക്കി ഫ്രിഡ്ജിനകത്തി കൊണ്ടുവച്ചിട്ട് ഇച്ചിരിച്ചെടുത്ത് കടുവ് വറുത്ത് കഴിക്കുക. എന്തോ ഒന്ന് ചിന്തിച്ചേ. ഇപ്പം കണ്ടില്ലേ, കൊത്തി നുറുക്കി 10-20 കഷ്ണമാക്കി അത് ഇവിടെ പലയിടത്തും അല്ലേ, ബോംബെയിലും ഡൽഹിയിലും ഒക്കെ പിടിക്കൊണ്ട് കയറ്റി വെക്കുക. നിഷ്ഠൂരന്മാർ, വാത്സല്യമില്ലാത്തവർ, വലിച്ചെറിയുന്ന കുഞ്ഞുങ്ങളെ. സ്തോത്രം. യേശു വരാറായി, യേശു വരാറായി. എത്ര പേർക്ക് ശക്തിയോട് ദൈവത്തിന് സ്തോത്രം പറയാൻ കഴിയും? കാഹളം ധ്വനിക്കാറായി, ദൈവത്തിൻ്റെ സഭ ഇവിടെ നിന്ന് എടുത്തുകൊള്ളപ്പെടാറായി. ഈ കാഹളം ധ്വനിക്കുമെന്നും കുറച്ചു പേർ പറക്കുമെന്നും ഒക്കെ പറഞ്ഞാൽ ചിലർക്ക് വിശ്വസിക്കാൻ കഴിയില്ല. ഇതുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അതായത് ഈ വേദപുസ്തകം പറയുന്ന പല കാര്യങ്ങളും മനുഷ്യയുക്തിക്കും ബുദ്ധിക്കും മനസ്സിലാക്കാൻ കഴിയാത്ത കാര്യങ്ങളും വിശ്വസിക്കാൻ കഴിയാത്ത കാര്യങ്ങളുമായിരിക്കും. പക്ഷെ ഈ ബൈബിൾ പറഞ്ഞതുകൊണ്ട് അത് സംഭവിച്ചിരിക്കും. അതാണിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് ഒരു കാര്യം നിങ്ങളുടെ ബുദ്ധിയിൽ, നിങ്ങളുടെ യുക്തിയിൽ, നിങ്ങളുടെ വിശ്വാസത്തിൽ കൊണ്ടുവന്ന്. കാരണം ഞാൻ ധൃതിയിൽ നിൽക്കുക, ധൃതിയോടൊന്നുമല്ല. എനിക്കിന്ന് രാത്രി ഇവിടത്ത് എന്നിട്ട് നാളെ വെളുപ്പിനെ പോയിട്ട് വേണം നാളെ രാത്രി പ്രസംഗിക്കാൻ. നമ്മുടെ സമയം ഓൾമോസ്റ്റ് ഇവിടെ അവസാനിപ്പിക്കേണ്ട സമയമായല്ലോ. അതുകൊണ്ട് വായിച്ചേ, വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായം 7-ാം വാക്യം. നിങ്ങൾ ശ്രദ്ധിച്ചെന്ന് കേൾക്കണം. കൃത്യം ഒരു 10 മിനിറ്റ് കൊണ്ട് ഞാൻ നിർത്താം. വേഗത്തിൽ വായിച്ചാണ്. അവർ തങ്ങളുടെ സാക്ഷ്യം തികച്ച ശേഷം ആഴത്തിൽ നിന്ന് കയറി വരുന്ന മൃഗം അവരോട് പടവെട്ടി. അതായത് യേശുക്രിസ്തു ഇവിടെ വന്ന് കർത്താവിൻ്റെ സഭ ഇവിടുന്ന് പോയി കഴിഞ്ഞ് ഇവിടെ ആന്റി ക്രൈസ്റ്റിന്റെ വാഴ്ച ആരംഭിക്കും. ഔദ്രകാലം. ആ കാലഘട്ടത്തിൽ 2 സാക്ഷികൾ ഇവിടെ കാണത്തുള്ളൂ. മോശയും ഏലിയാവും, അല്ലെങ്കിൽ മോശയും ഹാനോക്കും എന്ന് പറയുന്നു. അവർ 2 പേരെ ഇവിടെ ഉള്ളൂ. പക്ഷേ അവർ പ്രസംഗിക്കും. അവരുടെ ശുശ്രൂഷാകാലം തികയുന്നിടം വരെ ആൻറ്റി ക്രൈസ്റ്റിന് അവരെ തൊടാൻ കഴിയില്ല. ഈ കണ്ണൂർ ഡിസ്ട്രിക്റ്റിലുള്ള സകല ദൈവവൃത്യന്മാരോട് ഇന്ന് രാത്രി ഒന്നുകൂടെ ഞാൻ പറയാം, നിന്റെ ശുശ്രൂഷാകാലം തികയാതെ പിശാചിനെ തൊടുവാൻ കഴിയില്ല. കൈ ഉയർത്തി വാ തുറന്ന് ശക്തിയോടെ സ്തോത്രം പറ. കർത്താവ് നിന്നെ കൊണ്ട് ചെയ്യേണ്ടത് ചെയ്യിക്കാതെ മരണത്തിന് നിന്നെ തൊടാൻ കഴിയില്ല. കൈയൊന്നടിച്ച് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറ, എന്റെ ദൈവത്തിന്റെ പത്തിൽ നിറവേറാതെ എന്നെ കൊണ്ടുപോയില്ല മരണം. ഹല്ലേലൂയ. വിശ്വസിച്ചോ? സ്തോത്രം. അവരുടെ ശുശ്രൂഷാകാലം തികഞ്ഞ ശേഷം ആഴത്തിൽ നിന്ന് വരുന്ന മൃഗം അവരെ കൊന്നുകളയും. ബാക്കി വായിച്ചാൽ മതി, പെട്ടെന്ന് വായിച്ചു. അവരുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ടതും ആത്മീകമായി സോദോം എന്നും മിസ്രയീം എന്നും പേരുള്ളതുമായ മഹാനഗരത്തിന്റെ വീതിയിൽ അവരുടെ ശവം കിടക്കും. ആരുടെ ശവം? ഈ അഭിഷക്തന്മാരുടെ ശവം, മോശയുടെയും ഏലിയാവിന്റെയും ശവം കിടക്കും. വായിക്ക്. സകല വംശക്കാരും, എല്ലാവരും കേൾക്കട്ടെ, പുറത്ത് കേട്ടെ. സകല വംശക്കാരും, ഗോത്രക്കാരും, സകല ഗോത്രക്കാരും, ഭാഷക്കാരും, സകല ഭാഷക്കാരും, ജാതിക്കാരും അവരുടെ ശവം 3.5 ദിവസം കാണും. ആരുടെ ശവം? യെരുശലേമിൽ കിടക്കുന്ന അഭിഷക്തന്മാരുടെ ഡെഡ് ബോഡി. സകല ഭാഷക്കാരും, ലോകത്തിലെ സകല വംശക്കാരും, സകല ജാതിക്കാരും 3.5 ദിവസം കാണും. അവസാനം യഹോവയുടെ ശ്വാസയുടെ മേൽ വന്നിട്ട് ഇവിടെ കയറി വരും എന്ന് പറയുമ്പോൾ കാലൂന്നി നിവർന്നു നിൽക്കും. അവർ ആകാശത്തിലേക്ക് എടുക്കപ്പെടും. അത് ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കും. ആമേൻ. ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കും. ഇങ്ങോട്ട് നോക്കിയേ, ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കും. ഒരു 50 വർഷം മുമ്പ് ഇത് വായിക്കുന്നവൻ ചോദിക്കും, ഏതു കോമ്പനാടാ ഇത് എഴുതിയത്? യെരുശലേമിൽ കിടക്കുന്നവന്റെ ഡെഡ് ബോഡി ലോകം മുഴുവൻ കാണും. സകല ഭാഷക്കാര് കാണും, സകല വംശക്കാര് കാണും. ഇപ്പോഴത്തെ ലൈവ് ഉണ്ട്, ഇന്റർനെറ്റ് ഉണ്ട്, വാട്സാപ്പ് ഉണ്ട്, ലൈവ് ടെലികാസ്റ്റ് ഉണ്ട്. പക്ഷെ വർഷങ്ങൾക്ക് മുമ്പ് നോ ലൈവ് ടെലികാസ്റ്റ്, നോ വാട്സാപ്പ്, നോ ഇന്റർനെറ്റ്. പക്ഷെ ഞങ്ങളുടെ പിതാക്കന്മാർ, അഭിഷക്തന്മാർ പറഞ്ഞു, അവിടെ കിടക്കുന്ന ബോഡി ലോകം മുഴുവൻ കാണും. എങ്ങനെ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ? പക്ഷെ ഞങ്ങളുടെ ദൈവത്തിന്റെ വചനം പറഞ്ഞിരിക്കുന്നു, അത് നിങ്ങൾ കണ്ടിരിക്കും. ഒന്ന് ശക്തിയോടെ ആത്മാവിൽ ദൈവത്തെ ആരാധിച്ചോണ്ട് വരാ. ദൈവം നിന്നോട് പറയുന്നത് സാഹചര്യമൊന്നും അനുകൂലമല്ലെങ്കിലും ദൈവം ഒരു വാക്ക് പറഞ്ഞാൽ അത് സംഭവിച്ചിരിക്കും. ശക്തിയോടെ ആരാധിച്ചേ ദൈവങ്ങളെ. സംഭവിക്കും.
ഈ ദൈവദാസന്മാരെ എന്തുമാത്രം ലോകം കളിയാക്കി കാണില്ലേ? യെരൂശലേമിൽ കിടക്കുന്ന ഡെഡ് ബോഡി ലോകം മുഴുവൻ കാണുമെന്ന്. അന്ന് ടി വി ഇല്ല, പക്ഷെ അവർ പ്രസംഗിച്ചു. ഇനി എന്നെ നോക്കിയേ, അങ്ങനെ ഇരുന്നപ്പോൾ ടി വി വന്നു. എന്തോ വന്നു? ടി വി വന്നു. അപ്പം ടി വി വന്നപ്പോൾ നമ്മൾ പെന്തക്കോസ്തുകാർ, ഞങ്ങൾ അവിടുത്തെ കാര്യം പറയാം, തിരുവിതാംകൂറിൽ കേട്ടോ, അച്ചായന്മാരൊക്കെ ടി വി വാങ്ങി. എന്തിനാ ടി വി വാങ്ങിയെന്നറിയാമോ? യെരൂശലേമിൽ കിടക്കുന്ന വിശുദ്ധന്മാരെ കാണാൻ. ഓണം കയറാൻ ഒരു മൂലം വേണ്ടേ? അപ്പം അതിൻ്റെ അർത്ഥം ഞാൻ ഇവിടെ കിടക്കുന്നല്ലേ? ഷോ, എന്തോ ഒരു പ്രസംഗമായിരുന്നു ആ ആഴ്ചകളിലൊക്കെ. വിട്ടിപ്പെട്ടി എന്നും സാത്താൻ പെട്ടി എന്ന് പറഞ്ഞാൽ ഇന്ന് പ്രസംഗിച്ചതിൻ്റെ എല്ലാം വീട്ടിൽ 5-6 എണ്ണം കയറി. സ്വതന്ത്രം പോയ പോക്ക് കണ്ടോ? ശരി പോട്ടെ, കരുവഞ്ചാലുകാരെ കണ്ണൂരുകാരെ നിങ്ങളെന്തിനാ ടി വി വാങ്ങിയേ? ഇങ്ങോട്ട് നോക്കി പറഞ്ഞേ, എന്തിനാ നമ്മൾ ടി വി വാങ്ങാൻ ഒരു ന്യായം വേണ്ടേ? പാസ്റ്റർ ബാബു ചെറിയാൻ, രാജു മേത്ര, KC ജോൺ ഇവരൊക്കെ പ്രസംഗിക്കുന്നുണ്ട്, കേൾക്കണം. പവർ വിഷനുണ്ട്, ഹാർവസ്റ്റ് ഉണ്ട്, വേൾഡ് ടി വി ഉണ്ട് എന്നും പറഞ്ഞാൽ വാങ്ങിയേ. ഇപ്പം എന്തോ കാണുന്നേ? നേരം വൈകുന്നേരം ആകുമ്പോൾ ടവലുമെടുത്ത് ഉണ്ടെങ്കിയിരിക്കുക, കണ്ണുനീരപ്പ. എങ്ങനെ വിളിച്ചോടാമെന്ന് പിള്ളേരെ പഠിപ്പിക്കുക. ഞാൻ ഒത്തിരി കല്യാണങ്ങൾ ഇപ്പം നടക്കുന്നുണ്ട്, അതിൽ 80,000 പേരൊക്കെയാണ് കാണുന്നത്. ഈ അടുത്ത സമയത്ത് പാസ് കണ്ട ഒരു സ്റ്റേജിൽ നിന്ന് പെങ്കൊച്ച് ആത്മാവിൽ ആരാധിച്ചു. എൻ്റെ ദൈവമേ, പെന്തക്കോസിലെ പിന്മാറ്റക്കാരെല്ലാം കൂടെ തുടങ്ങി അവിടെ ആത്മാവിലാകാമോ? ഞാൻ ചൂടെ പരിശുദ്ധാത്മാവ് ഭീമോനച്ചൻ്റെ പോക്കറ്റിൽ ഇരിക്കുകയാണ്. ആത്മാവ് ഇഷ്ടമുള്ള തൂതുവന്നേ, കാറ്റിഷ്ടമുള്ള തൂതും. അപ്പം ഞാൻ ഇവിടെ പറയുന്നൊരു കാര്യം ഒക്കെ പറഞ്ഞേക്കാം. അതായത് പണ്ട് നമ്മുടെ നാട്ടിലെ നാട്ടുകാർ ഉറങ്ങാൻ പോയിരുന്നത് ക്രിസ്തീയ വീടുകളിൽ നിന്ന് ഉയരുന്ന സ്തോത്രധ്വനി കേട്ടുകൊണ്ടായിരുന്നു. നേരം സന്ധ്യയാകുമ്പോൾ കൊച്ചുങ്ങളെ വിളിച്ചിരുത്തി പ്രത്യാശയുടെ ഗാനങ്ങൾ പാടുമായിരുന്നു, വേദപുസ്തകം വായിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അത് കേട്ടുകൊണ്ട് നാട്ടുകാർ ഉറങ്ങാൻ പോയി. നേരം വെളുക്കുമ്പോൾ 5 മണിയാകുമ്പോൾ പിള്ളേരെ തല്ലി ഉണർത്തി ചുറ്റുമിരുത്തി വളരെ മനോഹരമായി, ഇതൊക്കെ പാടണമെന്നുണ്ട്, നേരമില്ലാത്തതുകൊണ്ടാണ്, വളരെ മനോഹരമായ പ്രത്യാശഗാനം പാടും. നാട്ടുകാർ ഉറങ്ങാൻ പോയത് നിന്റെ പിതാക്കന്മാരുടെ പാട്ട് കേട്ടുകൊണ്ടാണ്. നാട്ടുകാർ ഉണർന്നത് നമ്മുടെ പിതാക്കന്മാരുടെ പാട്ട് കേട്ടുകൊണ്ടാണ്. ഇന്ന് എത്ര വീട്ടിലുണ്ട് കുടുംബ പ്രാർത്ഥന? ഇന്ന് രാവിലെ മക്കളോട് കൂടി ഇരുന്ന് വേദവസം വായിച്ച് പ്രാർത്ഥിച്ച് എത്ര പേരുണ്ട്? ഞാൻ കൈവോക്കിക്കുന്നില്ല. ഇന്ന് നിന്റെ യാഗപീഠ ഇടിയപ്പെട്ടത് പണിതുകൊണ്ട് വേണം ഇവിടുന്ന് പോകാൻ. സന്ധ്യാപ്രാർത്ഥന എത്ര വീട്ടിലുണ്ട്? പിള്ളേർ എത്ര പേരുണ്ട് സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ഇരിക്കുന്നത്? ആരുടെയും മൊബൈലുണ്ടോ? മൊബൈൽ ആരുടെയും ഉള്ളതാ. സന്ധ്യാപ്രാർത്ഥന 5 മണിക്ക് ഉണരുന്ന വീട് എവിടാ ഉള്ളത്? ഉറങ്ങാൻ പോകുന്ന എപ്പോഴാ പിള്ളേരെ, ചെറുപ്പക്കാരെ? ഉറങ്ങാൻ പോകുന്ന എപ്പോഴാ? 2 മണി 3 മണി 4 മണി വരെ ഇതേലാ പ്രയോഗം. നന്നായി ഇത് ഫോക്കസ് ചെയ്ത് ഇതേലാ. കുത്തല് തൂപ്പല് തുടപ്പല്, 2 മണി വരെ ഇതേല പണി. പിന്നെ അങ്ങനെ വെളുപ്പിനെ എഴുന്നേക്കുന്നേ? ആദാമേ നീ എവിടെയെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ അർത്ഥം ആദാമേ നീ ഇവിടെ ആയിരിക്കേണ്ടവനാന്നാ. 8 മണിക്ക് നിന്റെ മക്കൾ എവിടാ? 10 എവിടാ? 11 എവിടാ? ഇവിടെയുള്ള പെന്തക്കോസുകാരോട് പറയാം, നീ ജീവിച്ച് കാണിച്ചാൽ അടുത്ത വർഷത്തെ കൺവെൻഷൻ ഇതിന്റെ ഇരട്ടി ജലത്തോടെ നമ്മൾ ദൈവത്തെ ആരാധിക്കും. കൈ ഉയർത്തി ശക്തിയോടെ സ്തോത്രം പറ. കൃപയുണ്ടെന്ന് പറയുന്ന, വിശുദ്ധിയുണ്ടെന്ന് പറയുന്ന, പ്രമാണമുണ്ടെന്ന് പറയുന്ന നിന്റെ ജീവിതത്തിൽ രൂപാന്തരം വന്നാൽ ഹല്ലേലൂയ, കണ്ണൂരിനെ നോക്ക് കീഴടക്കാം. ഒന്ന് ശക്തിയോടെ കരമടിച്ച് ദൈവത്തിന് സ്തോത്രം പറ. കുടുംബ പ്രാർത്ഥന മടങ്ങി വരണം, സന്ധ്യാരാധന മടങ്ങി വരണം, പ്രഭാത പ്രാർത്ഥന മടങ്ങി വരണം. അവര് പട്ടിണിക്കാരായിരുന്നു, അവർക്ക് വലിയ വിദ്യാഭ്യാസമില്ലായിരുന്നു, പക്ഷെ കുഞ്ഞുങ്ങളെ ദൈവത്തിൽ ഏൽപ്പിച്ചു. ആരും സഹായമിൽ എല്ലാവരും പാരിൽ കണ്ടും കാണാതെയും പോകുന്നവർ. ജയ്സിനെ എനിക്ക് പാട്ട് പറയാനേ അറിയാവുള്ളൂ, ഞാൻ ചുമ്മാ പറയാം. എന്നാൽ എനിക്കൊരു സഹായകൻ വാനിൽ ഉണ്ടെന്നറിഞ്ഞതിൽ ഉല്ലാസമേ. മക്കളെ വിളിച്ചെത്തി പാടിയതാ. ലോകത്തിൻ താങ്ങുകൾ നീങ്ങിപ്പോയിടുമ്പോൾ ലോകക്കാരെല്ലാരും എന്തുവാ 5 വെട്ടും പിള്ളേര് ഇതേപോലെ 1 2 അല്ല. ഫീസ് കൊടുക്കാൻ കാശില്ല,
നാളെ എങ്ങനെ മക്കളെ സ്കൂളിൽ വിടുമെന്ന് അറിയില്ല, മാറി കൊടുക്കാനില്ല. മക്കൾ ഉറങ്ങിയാലും അപ്പൻ ഉറങ്ങാൻ കഴിഞ്ഞില്ല, ഇരുന്ന് കരഞ്ഞു. ആ കണ്ണുനിന്റെ ഫലമാണ് ഞങ്ങളൊക്കെ അനുഭവിക്കുന്ന നന്മയെന്ന്. അപ്പൊ ഇത് പാടിയപ്പോൾ ലോകത്തിൻ താങ്ങുകൾ നീങ്ങിപ്പോകുമ്പോൾ യൗസേപ്പിന്റെ ദൈവം നിന്റെ ദൈവം. ഞങ്ങളിത് യേശുവിന്ന് പഠിച്ചതല്ലെന്നേ, ഞങ്ങളിത് സിയോൻ ഗീതാവിൽ നിന്ന് പഠിച്ചതല്ല. അപ്പനും അമ്മയും എടുത്തിരുന്ന് പാടിയപ്പോൾ ഞങ്ങളുടെ ഉള്ളിലേക്ക് അത് കയറി. അമ്മാച്ചൻ കൈവിട്ടാലും ചിറ്റപ്പൻ കൈവിട്ടാലും കൊച്ചപ്പൻ കൈവിട്ടാലും കൈവിടാത്തൊരു ദൈവമുണ്ട്. അതുകൊണ്ട് എന്ത് പറ്റി? ഇതിനേക്കാൾ വലിയ പ്രതിസന്ധി മുൻ തലമുറയ്ക്കുണ്ടായിരുന്നു. അവര് കിണറ്റി ചാടിയില്ല, അവര് നരമ്പ് മുറിച്ചില്ല, അവര് കെട്ടിത്തൂങ്ങിയില്ല, വിഷം വാങ്ങി കലക്കി മക്കൾക്ക് വിളമ്പിയില്ല. പ്രതിസന്ധി വന്നപ്പോൾ മക്കളെ വിളിച്ചിരുത്തി മുട്ടിമേൽ നിന്ന് കൈയടിച്ച് ആത്മാവിൽ പാടി. ഏത് പ്രതിസന്ധിയിലും അത്ഭുതവാനായ ഒരു ദൈവമുണ്ട്. ഞങ്ങൾ ഈ നാട്ടുകാരോട് പറയാം, നീ ചാകണ്ടവനല്ല, നീ ജീവിക്കേണ്ടവനാ. നിനക്കും നിന്റെ തലമുറയ്ക്കും അത്ഭുതം ചെയ്യുവാൻ യേശു ഇന്ന് രാത്രി വന്നിട്ടുണ്ട്. ഒന്നോടെ എല്ലാ ദൈവമക്കളും ദൈവത്തെ ആരാധിച്ചാട് ശക്തിയോടെ. ഹല്ലേലൂയ. ഞാൻ എൻ്റെ വാക്കിൽ നിർത്താൻ പോകുകയാണ്. അത് കഴിഞ്ഞ് ടി വി വന്നു, പിന്നെ ലൈവ് ടെലികാസ്റ്റ് ആയി. ഇപ്പം ദേ നല്ല 2 ക്യാമറ വെച്ച് ഇത് ലൈവ് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതൊന്നും വേണ്ട. ഇപ്പം നോ ഒബിവാൻ വേണ്ട, സിസ്റ്റം ഒന്നും വേണ്ട. 2 തീപ്പെട്ടിക്കൂടിൻ്റെ വലിപ്പമുള്ള ഈ മൊബൈൽ ഇവിടോട്ട് തുറന്നു വെച്ച് FB ലൈവ് ഇട്ടാൽ മതി. ഇവിടെ നടക്കുന്ന കാര്യം ലോകം മുഴുവൻ കാണാം. ലോകത്ത് സംഭവിക്കുന്ന സെക്കൻഡിൽ നിന്റെ പോക്കറ്റിൽ വന്ന് നിറയുന്നു. നിന്റെ കയ്യിൽ തന്നെ എന്തിനാണെന്നറിയാമോ? യേശു വരാറാ. ജെറുസലേമിൽ കിടക്കുന്ന ഡെഡ് ബോഡി കാണുമോ? കാണും. ഇത്രയൊക്കെ നടന്നെങ്കിൽ ഇനി നടക്കും. കാഹളം ധ്വനിക്കും, മരിച്ച വിശുദ്ധർ ഉയർക്കും, ജീവനോട് ശേഷിക്കുന്ന രൂപാന്തരം പ്രാപിക്കും. യേശു വരാറായി. നിനയാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരും. അതുകൊണ്ട് നിങ്ങൾ ഒരുങ്ങിയിരിപ്പീൻ, നിങ്ങൾ ഉണർന്നിരിപ്പീൻ. നിങ്ങളുടെ കർത്താവ് ഏത് ദിവസം വരുമെന്നറിയാൻ ഉണർന്നിരിപ്പീൻ. യുദ്ധങ്ങളെ യുദ്ധസ്വയം സഞ്ചലപ്പെടാതിരിപ്പാൻ സൂക്ഷിപ്പീൻ. നിങ്ങൾ ഭ്രമിച്ചു പോകരുത്, ഞെട്ടിപ്പോകരുത്. കർത്താവിൻ്റെ വരവിനായി ഒരുങ്ങാം. റാപ്ചർ എനി ടൈമിൽ സംഭവിക്കും. ഹാനോക്ക് ദൈവത്തോട് നടന്ന് ദൈവനെ എടുത്തുകൊണ്ട് തന്നെ കാണാതെയായി. ഒരു കാണാതാകലുണ്ട്. ദൈവസഭ പറന്നു പോകും, അവരെടുത്തു കൊള്ളപ്പെടും. എന്താണ് റാപ്ചർ എന്ന് പറഞ്ഞ് നിർത്താം. ഇങ്ങോട്ട് നോക്കിയാൽ ഞാൻ ഉദാഹരണം മാത്രം പറയാം, ഞങ്ങളെയൊക്കെ ഒന്ന് സ്പർശിച്ച് പറയാൻ പോവാം. ഇങ്ങോട്ട് നോക്കി ഞാൻ നിർത്തണമല്ലോ. അതായത് ഇപ്പം കാഹളം ധ്വനിക്കുമ്പം, ഇപ്പം കാഹളം ധ്വനിച്ചാൽ എൻ്റെ ഇരിക്കുന്ന മൈക്ക് താഴോട്ട് പോകും, ഞാൻ മേളോട്ട് പോകും, നിങ്ങൾ കാണില്ല. ഇതൊന്നും ഒരു പ്രശ്നമല്ല. ഇതിന് മേളിൽ എത്ര നിലയുണ്ടെങ്കിലും പ്രശ്നമല്ല. കാണാതെയാകും, എടുത്തുകൊള്ളപ്പെടും. എത്ര പേർക്ക് പ്രത്യാശയുണ്ട്? എടുത്തുകൊള്ളപ്പെടും. അങ്ങനെയാണ് ഞാൻ ചോദിക്കട്ടെ, ഇത്രയും നേരം ഞാൻ കർത്താവിൻ്റെ വരവിനെ കുറിച്ച് പറഞ്ഞു. ഇപ്പം കാഹളം ധ്വനിച്ച് വീടിനകത്തിരുന്ന് ഒരു 40-50% പോയി. എല്ലാം ഒന്നും പോകത്തില്ല, കുറച്ച് പോയെന്നിരിക്കട്ടെ. ബാക്കിയുള്ളവരിവിടെ ഉണ്ട്. ആ കൂട്ടത്തിൽ ഞാനും ഈ മൈക്കും പിടിച്ചുകൊണ്ട് ഇവിടെ നിന്നാനുള്ള അവസ്ഥ ചിന്തിച്ച്. നിങ്ങളെല്ലാം ബാക്കിയുള്ളവരെന്നെ ഞോണ്ടിക്കൊല്ലും. പണ്ട് ചോദിച്ചാൽ പറയുമായിരുന്നു, ഉപവാസ പ്രാർത്ഥന നടന്നാൽ വരത്തില്ല, കാത്തിരിപ്പ് യോഗം നടന്നാൽ വരത്തില്ല, കൺവെൻഷൻ നടന്നാൽ വരത്തില്ല. അപ്പം ചോദിക്കൂ, എന്താ സഹോദര വരാഞ്ഞേ? വന്നില്ലെന്നേ ഉള്ളൂ, വന്നില്ലെന്നേ ഉള്ളൂ. ഈ പുള്ളിക്കാരൻ കാഹളം ധ്വനിച്ച് ദൈവസഭ പോയി, പുള്ളി കൈവിടപ്പെട്ടു പോയി. വഴിയിൽ നിന്ന് ആളുകൾ ചോദിച്ചു, യോനാച്ചാൻ എന്താ പോയില്ലേ? പോയില്ലെന്നേ ഉള്ളെന്ന്. എടുത്തു കൊള്ളപ്പെടണം. ഞാൻ നമ്മുടെ സുവിശേഷൻ ജെയ്സനെ കുറിച്ചല്ല പറഞ്ഞു, ഞാൻ ഉദാഹരണം പറയാട്ടോ. അതായത് പാസ്റ്റർ ജെയ്സനും സിസ്റ്ററും മോളും ഒക്കെ ഇവിടെ നന്നായി പാടുക. പിന്നെ അവർ പാടാൻ പോകുന്നതെന്നറിയില്ല. എന്തായാലും കർത്താവിൻ്റെ വരെ കുറിച്ച് പാടാൻ പോവാം. അപ്പോൾ ഈ പാടിക്കൊണ്ട് നിൽക്കുമ്പം കാഹളം ധ്വനിച്ചു. പാടിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് കാഹളം ധ്വനിച്ചേ. പാടിക്കൊണ്ട് നിന്നവരങ്ങ് പോയി, കൊട്ടിക്കൊണ്ട് നിന്നവർ അപ്പോഴും കൊട്ടിക്കൊണ്ട് നിന്നാലോ? തിരിച്ചും കൊട്ടിക്കൊണ്ട് നിന്നവരങ്ങ് പോയി പാടിക്കൊണ്ട് നിന്നാലോ? നമ്മുടെയൊക്കെ ജനറൽ കൺവെൻഷൻ, ഞാൻ ഒരു കൺവെൻഷൻ്റെ കാര്യമല്ല, എല്ലാ ജനറൽ കൺവെൻഷൻ ഞാനും ആരും പണങ്ങരുത്. ഞാൻ ദൈവകൃപയ പെന്തക്കോസിൻ്റെ പൊതുസ്വത്താണ്, AGയുടെയും ചർച്ച് ഓഫ് ഗോഡിൻ്റെയും ശാലുവിൻ്റെയും എല്ലാം. അങ്ങനെ ഇരിക്കുമ്പോൾ ഇങ്ങോട്ട് നോക്കി, നമ്മുടെ ജനറൽ കൺവെൻഷൻ അവിടെ ചില കണ്ടിട്ടുണ്ടല്ലോ, ഞാൻ നിരന്നിരിക്കുമല്ലോ. ജനറൽ കൺവെൻഷൻ നടന്നുകൊണ്ടിരിക്കുമ്പം കാഹളം ധ്വനിച്ചു. അന്നേരവും ചിലർ വീശിക്കൊണ്ട് അവിടെ തന്നെ ഇരുന്നാലോ? ഇത് സംഭവിക്കും. 2 പേർ കിടക്കമേലായിരിക്കും, ഒരാളെടുത്ത് കൊള്ളപ്പെടും, മറ്റേയാൾ കൈവിടപ്പെടും. 2 പേർത്തിരെങ്കിൽ പിടിച്ചുണ്ടെങ്കിൽ ഒരാളെടുത്ത് കൊള്ളപ്പെടും, മറ്റേ കൈവിടപ്പെടും. നീ എടുത്തു കൊള്ളപ്പെടുമോ? കർത്താവ് വന്നാൽ പോകുമോ? റെഡിയാകണം. ആരാ പോകുന്നത്? 3 കാര്യം ഓപ്ഷൻ പറഞ്ഞു. 1, നാം അവനോട് മരിച്ചു എങ്കിൽ അവനോട് വാഴും.
അവനോട് മരിക്കാത്തവനോട് വാഴാൻ കഴിയില്ല. അതാണ് മാനസാന്തരം. 2, നാം അവൻ്റെ മരണത്തിൻ്റെ സാദൃശ്യത്തിലേക്ക് ഭവിച്ചവരായി എങ്കിൽ പുനരുത്ഥാന ശുശ്രൂഷ ഭവിക്കും. അതാണ് സ്നാനം. 1, അവനോട് മരിക്കണം, മാനസാന്തരപ്പെടണം. 2, മരിച്ചവൻ പിതൃപുത്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവത്തിൽ മുഴുകൽ സ്നാനമേൽക്കണം, പുനരുത്ഥാനം. 3, ജാതികളുടെ മധ്യത്തിൽ നാം അവനെ ഏറ്റുപറയുന്നെങ്കിൽ ദൂതന്മാരുടെ മധ്യവും നമ്മെ ഏറ്റുപറയും. 3 ഓപ്ഷനുണ്ട്. 1, അവനോട് മരിക്കണം, നിനക്ക് മരിക്കാൻ മനസ്സിലെ വാഴാനൊക്കില്ല. 2, അവൻ്റെ പുനരുത്ഥാന ശുശ്രൂഷ ഭവിക്കണം. 3, ജാതികളുടെ മധ്യം അവൻ ഏറ്റുപറയണം. യേശു വരാറായി. ആരും ഇവിടുന്ന് പോകരുത്. എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. യേശു മടങ്ങി വരാറായി. കാഹളം ധ്വനിക്കാറായി. വിശുദ്ധന്മാർ പറക്കും. ഈ രാത്രി കർത്താവിൻ്റെ വരമെങ്കിൽ നിങ്ങൾ കൈവിടപ്പെട്ടു പോകരുത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, 69 ലക്ഷം ആളുകളെയാണ് കോവിഡ് കൊണ്ടുപോയത്. ഔദ്യോഗിക കണക്ക്. അതിവിദഗ്ധരായ ഡോക്ടേഴ്സ്, നേഴ്സസ്, സയൻറ്റിസ്റ്റുകൾ, കോടീശ്വരന്മാർ പോയി. അനൗദ്യോഗിക കണക്ക് 2 കോടിയിൽ പരം ആളുകൾ. 2 കോടിയിൽ പരം ആളുകൾ. നമ്മളെ ദൈവം വാക്കിയാക്കിയത് നാം അവരെക്കാൾ മോശം നല്ലവരായിട്ടല്ല, നമ്മളെക്കുറിച്ച് ദൈവത്തിൻ്റെ പദ്ധതി പൂർത്തീകരിക്കാത്തതുകൊണ്ടാണ്. കർത്താവിൻ്റെ കാഹളം എപ്പം ധരിക്കാം? എല്ലാവരും ശ്രദ്ധിച്ചേ, കണ്ണടച്ചാട്ട്. 68 ലക്ഷം 68,000 സ്ക്വയർ ഫീറ്റ് വീട്ടിൽ പാർത്തവനെയും കോവിഡ് കൊണ്ടുപോയി. 68,000 സ്ക്വയർ ഫീറ്റ്. 33,000 സ്ക്വയർ ഫീറ്റ് വീട്ടിൽ പാർത്ത ആളെയും കൊണ്ടുപോയി കോവിഡ്. കാണുന്നത് താൽക്കാലികമാ, കാണാത്ത നിത്യമാ. കണ്ണടച്ചേ. എൻ്റെ കർത്താവേ, അവിടുത്തെ വരവ് എപ്പോഴെന്നറിയില്ല, ഞങ്ങളുടെ മരണം എപ്പോഴെന്നറിയില്ല. എപ്പം കാഹളം ധ്വനിച്ചാലും എനിക്ക് എൻ്റെ പ്രാണപ്രിയനെ കാണണം, എനിക്ക് എൻ്റെ യേശുവിനോടൊപ്പം ആയിരിക്കണം. നിത്യതയിൽ ഞാൻ എത്തണം. അതിനായി എന്നെ സമർപ്പിക്കുന്നു. അങ്ങയുടെ രക്തത്താൽ എന്നെ കഴുകണമേ, എന്നെ വിശുദ്ധീകരിക്കണമേ. ഒരു കൈ നെഞ്ചോട് ചേർത്ത് പിടിച്ചാട്ട് കർത്താവിനോട് പ്രാർത്ഥിച്ചാട്ട്, യേശുവേ, ഞാൻ കൈവിടപ്പെട്ടു പോകരുത്. നിന്റെ വരവാണെന്ന് ലക്ഷ്യം, നിത്യതയാണെന്ന് ലക്ഷ്യം. അതിനായി എന്നെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നവർ കൈകൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചാട്ട് യേശുവിനോട് നിറഞ്ഞാട്ട്, യേശുവേ എന്നെ കഴുകണമേ, യേശുവേ എന്നെ വിശുദ്ധീകരിക്കണമേ, നിന്റെ വരവിനായി എന്നെ ഒരുക്കണമേ. ഞാൻ കൈവിടപ്പെട്ടു പോകല്ലേ. കൈകൾ ഉയർത്തിപ്പിടിക്കൂ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, സ്വർഗ്ഗപിതാവേ, ആഴമേറിയ സമർപ്പണത്തോട് അവിടുത്തെ കരത്തിൻ്റെ സ്പർശനം ആഗ്രഹിച്ച് ഉയർത്തപ്പെടുന്ന കരങ്ങൾക്കായി സ്തോത്രം. സ്വർഗത്തിലും ഭൂമിയിലും അധികാരം പ്രാപിച്ച യേശുവിൻ്റെ നാമത്തിൽ സകല ബുദ്ധിയും ദിവസമാധാനം ഇപ്പോൾ അവിടെ അന്തരാത്മാവിൽ വ്യാപരിക്കട്ടെ. ഈ ഹോൾ വിട്ട് അവർ സ്വസ്ഥതയോടെ മടങ്ങട്ടെ. കർത്താവേ, നിന്റെ കരം അവരെ തൊടുന്നതോർത്ത് സ്തോത്രം. നിന്റെ ശക്തി അവിടെ മേൽ വ്യാപരിക്കുന്നോർത്ത് സ്തോത്രം. കർത്താവിൻ്റെ കരം അവരെ സ്പർശിക്കുന്നോർത്ത് സ്തോത്രം. നിന്റെ അഭിഷക്തനായ അടിയൻ അവരെ അനുഗ്രഹിക്കുന്നു. നിന്റെ കരം തൊട്ടിരിക്കാൻ അങ്ങ് സ്തുതിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ നിങ്ങൾ